മൂപ്പരെ ഒരു മോചേരെ ചെയ്ത്താൻ പറ്റിക്കലെങ്ങനെ കള്ളു കുടിച്ചിട്ടാ മോചേരെ വരി നമ്മൾ കള്ളശാപത്തൊന്നും കരുതുന്നു ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളച്ചിട്ടേണ്ടി വരൂലേ മോചേരെ അങ്ങനെ കൊണ്ടുപോകില്ല ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട് മൂജേരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജിൽ അങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക എപ്പോഴും ഇംഗ്ലീഷ് മീനിൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചുമ്പോൾ വലിയ ദാക്കിറാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും അത് ദിക്റല്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ദിക്റ ഭയങ്കര ദിക്റാണ് നെറ്റിമല ചൂട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളടുത്തോട്ടെ നമ്മളവിടെ അടുക്കണ്ട ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട കേട്ടില്ലേ ഓലടുത്തോട്ടെ നമ്മളടുക്കണ്ടെന്നാണ് കാരണം നമ്മൾ അതിനല്ല നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക ഈ മഹാന്മാര് എങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തോ അതേപോലെ അടുക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു മഹാൻ അടുത്തു എന്നതുകൊണ്ട് ആ മഹാനോട് പോയി പ്രാർത്ഥിച്ച് ആ മഹാന് നേർച്ചയാക്കി ആ മഹാന്റെ ഖബർ കെട്ടിപ്പൊക്കി അവിടെ മുരീദായി അവിടത്തെ പൂജാരിയായി അവിടത്തെ കൊടിയെടുത്ത് പുതച്ച് അവിടെ തുണിയിട്ട് മൂടി അവിടെ ഉറൂസ് നടത്തി അത് കെട്ടിപ്പൊക്കി അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി കഴിഞ്ഞുകൂടിയാൽ അള്ളാഹുവിന്റെ അരികിൽ രക്ഷപ്പെടും എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നമ്മളെ നാട്ടിലിപ്പോ അതാണ് കാര്യമായി. ഒരാളും ഓരോ പല മഹല്ലുകാരും കാത്തിരിക്കുകയാണ് എന്തിന്, ഏതെങ്കിലും ഒരു മഹാനെ നമ്മളെ മഹല്ലിൽ കിട്ടുമോ. കാരണം എന്താ, പിന്നെ കമ്മിറ്റിക്കാർക്ക് ഒരു പണിയും ഇല്ല. ആ മഹാന്റെ മയ്യത്ത് മറവ് ചെയ്ത് അവിടെ ഒരു ജാറം കെട്ടിപ്പൊക്കി അതുമായി ബന്ധപ്പെട്ട് നടന്നാൽ പിന്നെ വരുമാനത്തിന് വേറെ എവിടെയും പോണ്ട. ആളുകൾ കാശറിയും അല്ലേ? നിങ്ങൾ കാണില്ലേ, നമ്മൾ ഇതിലെങ്ങനെ പോകുമ്പോ വയനാട്ടിലേക്ക് കയറിപ്പോയ പക്രം തളത്തിലേക്ക് ആളുകൾ കാശറിയുന്നു. എന്തിനാ പ്രിയപ്പെട്ടവരെ കാശറിയുന്നത്? താമരശ്ശേരി വഴിയാണ് പോകുന്നതെങ്കിൽ ഒടിങ്ങാക്കാട് കാശറിയുന്നു. എന്തിനാ കാശറിയുന്നത്? കുറ്റ്യാടിയിൽ നിന്ന് ബസ് വഴി എറണാകുളത്തേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എവിടെ കാശറിയും? എവിടെയാ കാശറിയാറുള്ളത്? തൃശ്ശൂരേക്ക് പോകുമ്പോ എവിടെയാ കാശറിയാറുള്ളത്? എവിടെ അറിയാറില്ല. പക്ഷെ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകുമ്പോ എന്താ കാശറിയാൻ കാരണം? തൃശ്ശൂരേക്ക് നേരെയുള്ള റോഡാണ്, വയനാട്ടിലേക്കുള്ളതോ ഹെയർപിൻ വളവാണ്. നേരെയുള്ള റോഡ് മെന്ന് കഴിച്ചിലാക്കാൻ അള്ള മതി. നേരെ മറിച്ച് ഹെയർപിൻ വളവ് അള്ളാനെ കൊണ്ട് മാത്രം കയ്യിൽ ആരും വേണം? പക്രം തളത്തിലെ വലിയും കൂടി വേണം, ഒടുങ്ങാക്കാട് ശേഷം കൂടി വേണം അല്ലേ? അല്ലെങ്കിൽ എന്തിന് അതിനേക്കാൾ ദൂരം പോകുന്ന സ്ഥലങ്ങളിൽ അറിയാതെ നമ്മൾ ആ സ്ഥലത്തറിയുന്നു? ആരാ ഇത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര യാത്രകൾ നടത്തി നമുക്കറിയാം. ബദ്ർ യുദ്ധത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാര് ലോകത്തിന്റെ ആ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഏതെങ്കിലും യാത്രകൾ നടത്തുമ്പോ ബദരീങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയി അവിടെയൊന്ന് പ്രാർത്ഥിച്ച് അവിടത്തേക്ക് വല്ലതും നേർച്ചയാക്കി അവിടെയൊന്ന് തുണിയിട്ട് മൂടി അവിടെ കുറച്ച് ഈത്തപ്പഴം കൊടുത്ത് അവിടെ കുറച്ച് എണ്ണയൊഴിച്ച് അങ്ങനെ നേർച്ചയാക്കി പോകുന്ന ഒരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂലിനുണ്ടോ? ആ റസൂലിന്റെ സഹാബികൾക്കുണ്ടോ? സഹോദരന്മാരെ, ശരിക്കും നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആ റസൂലിന്റെ ഖബറിലേക്ക് എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കുന്ന സമ്പ്രദായം സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായമുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങനെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായി. നേർച്ചയാക്കുന്ന സമ്പ്രദായം ഉണ്ടായി എന്ന് മാത്രമല്ല, പല ഖബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേർച്ച, ആണ്ട് നേർച്ച എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തന്നെ ഉണ്ടായി നമ്മുടെ നാട്ടിൽ. ആണ്ട് നേർച്ച എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തന്നെ ഉണ്ടായി.
ആ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലില്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ അത് അത്തരം പ്രദേശങ്ങളിൽ നടത്താൻ തുടങ്ങി. ചിലര് പറയും ഞങ്ങൾ ആണ്ട് നേർച്ചയിലെ അനാചാരത്തിനെതിരാണ്, ആണ്ട് നേർച്ചയിലെ അനാചാരത്തിന് ഞങ്ങളും എതിരാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ഏതുപോലെയാണെന്നറിയോ? ഒരു കുട്ടീന്റെ കയ്യിൽ ഉള്ളി കൊടുത്തിട്ട് മോനെ ഇതിന്റെ പൊളിക്കാൻ കഴിയുന്ന തോലൊക്കെ പൊളിച്ചിട്ട് വേഗം തിരിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞ അവസാനം എന്താ ഉണ്ടാകുക? ഒരു വലിയുള്ളി എടുത്തൊരു കുട്ടീന്റെ കൈ കൊടുക്കും. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈ കൊടുത്തിട്ട് നമ്മൾ പറയാ മോനെ ഇതിന്റെ പൊളിക്കാൻ കഴിയുന്ന തോലൊക്കെ പൊളിച്ചിട്ട് വേഗം കൊണ്ടുവരണം എന്ന് പറഞ്ഞ അവസാനം എന്താ ഉണ്ടാകുക? ഒന്നും ഉണ്ടാവില്ല. കാരണം ഉള്ളി അങ്ങനെയാണ്. ഇതേമാതിരി ആ നേർച്ചയിലെ അനാചാരങ്ങൾ നീക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നീക്കണം? ഇവർ അനാചാരം എന്ന് പറയലെന്താ? ചെണ്ട അനാചാരമാണ്, ചെണ്ട ഒഴിവാക്കി. പീപ്പിവിളി അനാചാരാണ്, അത് ഒഴിവാക്കി. ആണും പെണ്ണും കൂടിക്കലറിലെ അനാചാരാണ്, അത് ഒഴിവാക്കി. വെടിമരുന്ന് അനാചാരാണ്, അത് ഒഴിവാക്കി. ആണുങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിക്കാന്ന് പറഞ്ഞാൽ അതും അനാചാരാണ്, അത് ഒഴിവാക്കി. മരിച്ചവരോട് പ്രാർത്ഥിക്കാന്നുള്ളത് അതും അനാചാരാണ്, അത് ഒഴിവാക്കി. കബറ് കെട്ടിപ്പൊക്കാന്ന് പറഞ്ഞാൽ അതും അനാചാരാണ്, അത് ഒഴിവാക്കി. പിന്നെന്താ ഉണ്ടാകുക? അനാചാരങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ മക്ബറ വ്യവസായമില്ല. ഖബർ വ്യവസായം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ടാവില്ല. എങ്ങനെയാകുമ്പോ ഈ മക്ബറകൾ കെട്ടിപ്പൊക്കിയാൽ, മക്ബറകൾ അനാചാരമാണ്, അനാചാരങ്ങൾ നീക്കണം എന്ന് അംഗീകരിച്ചാൽ ഖബർ കെട്ടിപ്പൊക്കൽ അനാചാരമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ? അല്ലാഹുവിന്റെ റസൂൽ ബദരീങ്ങളുടെ ഖബർ കെട്ടിപ്പൊക്കിയോ? ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായവരുടെ ഖബറുകൾ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പൊക്കിയോ? അതേപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ഷഹീദുകളുടെ ഖബറുകൾ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പൊക്കിയോ? അവിടെ ഇന്ന് നമ്മുടെ നാട്ടിലെ മക്ബറകളിൽ നടക്കുന്നത് പോലെയുള്ള ഏർപ്പാടുകൾ നടത്തിയോ? എന്താ നമ്മുടെ നാട്ടിലെ ഖബറുകളിൽ നടക്കുന്നത്? കണ്ടോളൂ നിങ്ങൾ, പട്ടാമ്പി നേർച്ചയ്ക്ക് നടക്കുന്ന കാര്യം. ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേർച്ചയുടെ രൂപമാണിത്. എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ കാര്യമല്ല. ആണ്ട് നേർച്ച എന്താണ് എന്ന്, ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന് പറയുന്ന പുസ്തകം, അഥവാ ആണ്ട് നേർച്ച എന്തല്ല, ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും, അഥവാ ആണ്ട് നേർച്ച എന്തല്ല എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ആ പുസ്തകത്തിൽ പറയുകയാണ് എന്താ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ? ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ മസാറുകളിൽ വർഷത്തിലൊരിക്കൽ കഴിച്ചു വരാറുള്ള അടിയന്തിരത്തിനാണ് ആണ്ട് നേർച്ച എന്ന് പറയപ്പെടുന്നതെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. മഹാന്മാരുടെ മസാറുകൾ അഥവാ അവരെ മറ ചെയ്തിരിക്കുന്ന സ്ഥലം, അവിടെ വർഷത്തിലൊരിക്കൽ കഴിക്കുന്ന അടിയന്തിരത്തിനാണ് എന്ത് പറയുന്നത്? ആണ്ട് നേർച്ച എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമികമാണോ?
ഇത് ഇസ്ലാമികമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരണപ്പെട്ട ആളുകളില്ലേ? രക്തസാക്ഷികളായവരില്ലേ? അള്ളാഹുവിന്റെ റസൂല് വഫാത്തായില്ലേ? അവിടെയൊക്കെ വർഷത്തിലൊരിക്കൽ ഇതേപോലെ ആണ്ടുനേർച്ച നടക്കുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നോ? അള്ളാഹുവിന്റെ റസൂല് അത്തരമൊരു കാര്യം പഠിപ്പിച്ചതായി കാണാൻ കഴിയില്ല. അപ്പോ ആണ്ടുനേർച്ച എന്നാൽ ഇതാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ പറഞ്ഞ ആണ്ടുനേർച്ചയില്ലേ നമ്മളിപ്പോ വായിച്ച ഈ ആണ്ടുനേർച്ച, അതിന് തെളിവില്ലാതെ വന്നപ്പോ മുസ്ലിംമാർക്കിപ്പോ എല്ലാ ആണ്ടുനേർച്ചയാണ്. നാട്ടിൽ നടക്കുന്ന ആണ്ടുനേർച്ചക്ക്, ഈ പട്ടാമ്പിയിൽ നടന്നതായി ഇപ്പൊ നിങ്ങൾ കണ്ട ആണ്ടുനേർച്ചക്ക്, അതേപോലെ ഇനിയും കാണാനിരിക്കുന്ന ഒരുപാട് നേർച്ചകൾക്ക് ഈ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു പണ്ഡിതന്മാർ. എന്താ തെളിവ്? മുസ്ലിംമാരെ പറയുന്ന തെളിവ് കേട്ടോളൂ നിങ്ങൾ. മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? ഇത് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്നാ യഥാർത്ഥത്തിൽ ആണ്ട് നേർച്ച അതാണോ? അല്ല. എന്താ? മഹാന്മാരായ ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സാദാത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മസാറുകളിൽ വെച്ച് വർഷത്തിലൊരിക്കൽ സാഘോഷം കൊണ്ടാടാറുള്ള അടിയന്തിരത്തിനാണ് ആണ്ട് നേർച്ച എന്ന മലബാറിൽ സാധാരണ പറഞ്ഞു വരാറുള്ളത്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ഇതിന് ചന്ദനക്കുടമെന്നും തമിഴ്നാടുകളിൽ കന്തൂരി എന്നും വടക്കേ ഇന്ത്യയിൽ ഉറൂസ് എന്നും ഈ ആഘോഷത്തിന് പറയപ്പെടുന്നു. അല്ലേ? ഇതല്ലേ യഥാർത്ഥത്തിൽ ആണ്ട് നേർച്ച എന്ന് പറയുന്നത്? അപ്പൊ ഇതിന് ദീനിൽ വല്ല തെളിവുണ്ടോ? ഇല്ല. അപ്പൊ എന്താ പണി? അതിന് തെളിവുണ്ടാക്കാനാണ് ഹജ്ജ് ആണ്ട് നേർച്ചയാക്കിയത്. ആണോ? എന്നാ അടുത്ത കൊല്ലം ഹജ്ജ് വരുമല്ലോ. ഇവിടെ നമ്മൾ കാണാറുണ്ട് ഹജ്ജ് വരുമ്പോ ഹജ്ജ് പഠന ക്ലാസ് എന്ന് പോസ്റ്റർ ഒട്ടിക്കാറുണ്ട്. ഇന്നേ വരെ നമ്മളാരും കണ്ടിട്ടില്ല മക്ക നേർച്ച പഠന ക്ലാസ് ഒട്ടിക്കലുണ്ടോ? ഇബ്രാഹിം നബി ആണ്ട് നേർച്ച പഠന ക്ലാസ് അടുത്ത കൊല്ലെങ്കിലും അങ്ങനെ ഒട്ടിക്കാൻ ധൈര്യം ഉണ്ടാവോ ഇവർക്ക്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും പേരിൽ മക്കയിൽ വെച്ച് ദുൽഹിജ്ജ മാസത്തിൽ നടക്കുന്ന ചന്ദനക്കുടം നേർച്ചയുമായി ബന്ധപ്പെട്ട പഠന ക്ലാസ് സിറാജുൽ ഹുദയിൽ പൊസിറ്റിക്കോ ഇങ്ങനെ നേർച്ചകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ നേർച്ചകൾക്കൊക്കെ തെളിവെന്താ? അതിനുള്ള തെളിവാണ് മക്കത്ത് ആണ്ട് നടക്കുന്നു. മക്കത്ത് നടക്കുന്നത് ആണ്ട് നേർച്ചയാണ്. മാത്രമല്ല നോക്കൂ നിങ്ങൾ, ഇനിയും ചില ജാറങ്ങൾ എന്തൊക്കെ ഏർപ്പാടുകളാ നടക്കുന്നത്. തൃശൂർ ജില്ലയിലെ കാളിയ റോഡ് പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു നേർച്ചയുണ്ട്. ആ നേർച്ചയുടെ രംഗങ്ങൾ കണ്ടോ നിങ്ങൾ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊടികാറ്റ്. മനുഷ്യന്മാരും
മൗലിയമാര് മാത്രം ചെയ്താൽ പോരാ, ആനയെ കൊണ്ടുവരെ ശിർക്ക് ചെയ്യിച്ചിട്ട് അടങ്ങുന്നതാണ്. നോക്കൂ നിങ്ങള്, ആ ആനയെ അതിന്റെ മുമ്പ് കൊണ്ടുപോയി വന്നിക്കാണ് എന്തിന്റെ? ഈ കൊടിയേറ്റം നടത്തി ആ കൊടിയുടെ മുമ്പിൽ വെച്ച്. ഇത്തരം നേർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ചെണ്ടമുട്ടിക്കൊണ്ടിരിക്കുന്നു, അതിന് കുഴൽവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവര് എന്താ പറയുന്നത്? നേർച്ചയിലെ അനാചാരങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിന് ഞങ്ങളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതിന് ഞങ്ങൾ എതിരാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. ഇത് മഖബറ ആചാരവും അനാചാരവും എന്ന് പറയുന്ന പുസ്തകം PSK മൊയ്തുബാക്കവി മാടവന എഴുതിയ SYS ബുക്സാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ പറയാണ്, ഉത്സവ പറമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ചില സ്ഥലങ്ങളിൽ ചന്ദനക്കുടം നടത്തുന്നത്. വാദ്യതാളമേളങ്ങൾ, നെറ്റിപ്പട്ടമണിഞ്ഞ ഗജവീരന്മാർ, ചെകിടടപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗം എന്നിവ ആഘോഷ കമ്മിറ്റികൾ നേരിട്ട് തന്നെ നടത്തുന്നു. സ്ത്രീ പുരുഷന്മാർ അഴിഞ്ഞാടുന്നു. ചീട്ടുകളി മുതൽ സർക്കസ് കൂടാരം വരെ അരങ്ങേറുന്നു. ജീവിതത്തിൽ ഇത്തരം അനാചാരങ്ങൾ നഖശികാന്തം എതിർത്ത് മൺമറഞ്ഞ മഹാന്മാരുടെ പേരിലാണ് ഇതൊക്കെ ഒപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ പ്രചാരകരും മേലാളരും ഒരുപിടി പാമര ജനങ്ങൾ മാത്രമാണ്. ഇതൊക്കെ നടത്തുന്ന ആരാ? വിവരമില്ലാത്ത കുറച്ച് മനുഷ്യന്മാര് മാത്രമാണ്. ഏത്? വാദ്യതാളമേളങ്ങളും കരിമരുന്ന് പ്രയോഗമൊക്കെ നടത്തുന്നത് വിവരമില്ലാത്ത ആളുകളാണ്. ആരായി വിവരമില്ലാത്ത ആളുകൾ? നോക്ക് നിങ്ങൾ, ഈ പുസ്തകം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു. കാന്തപുരം അവതാരിക എഴുതി മാത്തോട്ടം മുഹമ്മദ് കോയ പ്രസിദ്ധീകരിച്ച പുസ്തകം. ആ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പറയുന്നതല്ല, മറിച്ച് സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനായ അഹമ്മദ് കോയ ശാലിയാത്തി പറയാ, ഇതിൽ അനാചാരം പറഞ്ഞ എന്താ? വാദ്യതാള മേളങ്ങളല്ലേ, ചെണ്ടമുട്ടി കുഴൽവിളി തുടങ്ങിയ കാര്യങ്ങളല്ലേ. എന്താ പറയുന്നത്? തുടി ഒഴികെയുള്ള കൂപത്ത്, തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫി ഇമാമും നവവി ഇമാമും ഒത്തിരിക്കുന്നു. നവവി പറഞ്ഞാലും മതി, റാഫി പറഞ്ഞാലും മതി. ഇനി രണ്ടാളും കൂടി ഒത്താലോ ഗംഭീര. രണ്ടാളും കൂടി ഒത്തു. കൂപത്തൊഴികെയുള്ള അഥവാ നടു കുടുങ്ങി രണ്ടറ്റവും വിശാലമായ ചെണ്ടയൊഴിച്ച് ബാക്കി എല്ലാ ചെണ്ടകളും മുട്ടാം എന്ന കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും ഇല്ല എന്ന് മിൻഹാജിലും അതിന്റെ ശറഹായ തുഹഫ, നിഹായ, മുഗ്നി, സിറാജുൽ വഹാജി മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. ശൈഖൻ എന്നിട്ട് പറയാണ്, ശൈഖന്മാരുടെ മക്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്രൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമാ റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് ദുടിയല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു എന്നാ ഫത്വ കൊടുത്ത അത്രേ. അപ്പൊ ചെണ്ടമുട്ടാം, അത് അനാചാരാണോ? അല്ല. ഇനിയോ കുഴൽവിളി, പിപ്പി വിളി. എന്താ? കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഗസാലിയെ തുടർന്ന് ഇമാം റാഫി ബലപ്പെടുത്തിയതും ഇമാം ബൽക്കീനി തുടങ്ങിയവർ സമ്മതിച്ചതും സബാബത്ത് യറായ എന്നീ കുഴലുകൾ വിളി ഹറാമാക്കേണ്ടതില്ലെന്ന് രേഖക്ക് മതിയായ യാതൊരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ട് അത് ഹലാലാണ് എന്നാണ്. അപ്പം പിപിയും വിളിക്കാം, പിപി വിളിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഇനിയോ, ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? കൂടാതെ നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളിൽ ക്ഷയരോഗം, കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാവാൻ ഹിതമുണ്ട്. അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം. എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിന്റെ പുകയ്ക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഘോഷിച്ചിട്ടുണ്ട്. ഈ നില വെച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല. സുന്നത്തല്ല, ഫർള് തന്നെയാണ്. സുന്നത്തല്ല, ഫർള് തന്നെയാണ്. കാരണം ഈ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പുകക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്?
രോഗാണുക്കളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവര് അനാചാരാന്ന് പറഞ്ഞതോ? ഇവര് അനാചാരമാണ്, ഇത് വിവരമില്ലാത്തവർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നതോ അത് നുണയാണ്. വിവരമില്ലാത്തവരല്ല, വിവരമുള്ളവർ തന്നെയാണിത് പറയുന്നത്. ഇനി എന്നിട്ട് പറയാ, ഇങ്ങനെ ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകൾ, ഇത് അനാചാരമാണെന്ന് പറയുന്നവർ, അവരെ പറ്റി പറയാ. ഇത്രയും വ്യക്തമായി യാഥാർത്ഥ്യത്തിനെതിരായി അതുകളെല്ലാം അനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും ആക്ഷേപിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇക്കാര്യത്തിൽ വേണ്ടതുപോലെ ചിന്തിച്ചിട്ടില്ലാത്തവരോ അതല്ലെങ്കിൽ തനി വിവരം കെട്ടവരോ മാത്രമാണ്. വിവരം കെട്ടോലാണ് എന്ത് ചെയ്യണത്? ഇതൊക്കെ അനാചാരാണ് എന്ന് പറയുന്നത്. ഇനി വേറൊരു വിഷയം എന്താ ഇവിടെ? അനാചാരം തെറ്റി എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? സ്ത്രീ പുരുഷന്മാര് തമ്മിൽ കൂടിക്കലരുന്നു എന്നാ. സ്ത്രീ പുരുഷന്മാര് തമ്മിൽ കൂടിക്കലർന്നു കളയുന്നു എന്നതിനെ പറ്റി പറയാ. എന്താ പറയണത്? സ്ത്രീ പുരുഷ കലറൽ പോലെയുള്ള വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ സിയാറത്ത് സ്ഥലത്തുള്ളത് കൊണ്ട് സിയാറത്തുകൾ ഉപേക്ഷിക്കരുത്. എന്താ ചെയ്യേണ്ടത്? അതില്ലാതാക്കാൻ ചെയ്താ മദീന. ഇവിടെ പറയുന്നു, നോക്ക് നിങ്ങൾ, ഒരാൾ തന്റെ മകന്റെയോ മകളുടെയോ വിവാഹാടിയന്തിരം ആഘോഷപൂർവ്വം നടത്തുന്നു എന്ന് വെക്കുക. ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാദികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയരുടെ ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിലും സദ്യ ഏർപ്പാട് ചെയ്യുന്നതിലും മുഴുകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടെ പങ്കെടുത്തവരിൽപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കുകൾ പറഞ്ഞും ശൃംഗരിക്കുകയാണ്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്ന് വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഇടമുള്ളത് കൊണ്ട് വിവാഹാഘോഷങ്ങൾ നടത്തുന്നത് അനിസ്ലാമികമാണെന്നോ അനാചാരമാണെന്നോ പറയാനൊക്കുമോ? ഒക്കൂല. അതേപോലെ നേർച്ചസ്ഥലത്ത് വ്യഭിചാരം നടക്കുന്നു എന്നതുകൊണ്ട്, നേർച്ചസ്ഥലത്ത് യുവതി യുവാക്കൾ അട്ടഹസിച്ച് നടക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട്, ഹറാമായ കാര്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറയാൻ പറ്റൂല എന്നാണ് മുസ്ലിംമാർ എഴുതി വെച്ചത്. അതാ ഫത്വ. ഇതൊക്കെ എഴുതി വെച്ചവരാണ്. ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ വിഷയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ. ഇത് മുട്ടും വിളി നേർച്ചയെ എതിർക്കുന്നവർക്കൊരു മറുപടി. മുട്ടും വിളിയും കരിമരുന്നും ശറയിന്റെ വിധി എന്ത്, ഹാജി പോക്കർ മുസ്ലിയാർ ടി എഴുതിയ പുസ്തകമാണ്. ഇതിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. എന്തിന്? ഇതൊക്കെ അനുവദനീയമാണ് എന്നതിന്. ഒരുപാട് പണ്ഡിതന്മാരുടെ പൊന്നാനി മഖ്ദൂം തങ്ങളാൽ രചിക്കപ്പെട്ട ബൈത്ത്, അതേപോലെയുള്ള പദ്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. തെറ്റല്ല. ഈ നേർച്ചസ്ഥലങ്ങളിൽ നടക്കുന്നത് തെറ്റല്ല. ഇത് പണ്ടുള്ളവര് മാത്രം പറഞ്ഞതാണോ? ഇപ്പോഴും ഉത്തരം മുട്ടുമ്പോ ചില മുസ്ലിംമാരൊക്കെ ഇത് പറയും, അല്ലേ? നാട്ടിലെമ്പാടും നേർച്ചസ്ഥലങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കാൻ തുടങ്ങി. നമ്മൾ കാണാറുണ്ട്. എല്ലാ നേർച്ചക്കും പട്ടാമ്പിയിലുണ്ട്, ഭീമാപ്പള്ളിയിലുണ്ട്, ഈ കണ്ട പങ്ങാരപ്പള്ളിയിലുണ്ട്, അതേപോലെ തന്നെ എല്ലാ കൊണ്ടോട്ടിയിലുണ്ട്. എല്ലാ നേർച്ച സ്ഥലത്തും ആന. തൃശൂർ ജില്ലയിലെ മണത്തലയിൽ ആന ഓടി, ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചു, ഒരു തങ്ങൾ ആനപ്പുറത്ത് ഇങ്ങനെ വരച്ചു നിൽക്കുക. നാട്ടിലുള്ള എല്ലാരെയും പ്രശ്നം പരിഹരിക്കുന്ന ആളാ തങ്ങള്. ആ തങ്ങൾക്ക് ആന ഓടിയപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ഒരു ദിക്റും വിലപ്പോയില്ല, ഒരു ദുആയും വിലപ്പോയില്ല. തങ്ങൾ ആനപ്പുറത്തിരിക്കണേ നമ്മൾ കണ്ടു. ഇങ്ങനെ ആന എഴുന്നള്ളിക്കതിനെ നമ്മൾ എതിർത്തു. ജനങ്ങൾക്ക് മനസ്സിലായി ശരിയല്ല. അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചില ആളുകൾ എതിർത്തു. ഞാൻ വായിച്ചു SYS എതിർത്തത്. പക്ഷേ എതിർത്താൽ രക്ഷയില്ല. അങ്ങനെ എതിർത്താൽ ഈ നേർച്ചസ്ഥലം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ നടത്തിപ്പുകാരുടെ ഫണ്ട് തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ മുസ്ലിംമാരെന്ത് ചെയ്തു? അതിനെ ന്യായീകരിച്ചു. ആനയെ എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ച് ഒരു മുസ്ലിയാർ പറയുന്നത് നോക്കൂ നിങ്ങൾ. ആനക്കത്തെ കുഴപ്പം, ആന എന്ന് പറഞ്ഞ ഹറാമാന്ന് നടക്കുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നു ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. കാരണം ഇത് മറ്റു മത
മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ പറഞ്ഞു മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിയെടുക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് തുണിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യമൊക്കെ കൊടുക്കുമല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടിയുണ്ട്, നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനകളെ കൊണ്ടുവരുമ്പോൾ ആറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കുന്ന വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഇനി അങ്ങനെ ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാളിനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കട നടന്നു, യാത്ര ചെയ്തു, അത് ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടോ അതിനൊക്കെ തന്നെയാണ്. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല, ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന്. ആന ഇങ്ങനെ ഇടയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രം തെറ്റാന്ന് പറയാൻ പറ്റൂല. പിന്നെയോ ആന എഴുന്നള്ളിക്കുക എന്നുള്ളത് നമ്മളെ ഇസ്ലാം പറഞ്ഞ രീതിയല്ലല്ലോ. മറ്റവര് കൊണ്ട് മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ ഒക്കെ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടതല്ലേ ഈ ആന എഴുന്നള്ളിക്കലൊക്കെ. അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി? അങ്ങനെയാണ് ഹിന്ദുക്കൾ തുണി എടുക്കുന്നതുകൊണ്ട് നമുക്ക് തുണി കൊടുക്കാൻ പറ്റുമോ? ഹിന്ദുക്കൾ വെളിച്ചം കത്തിക്കണില്ല, അതുകൊണ്ട് നമുക്ക് വെളിച്ചം കത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ശരി, ആന എഴുന്നള്ളിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പച്ച തുണി പതപ്പിച്ച ഒരു അലങ്കരിച്ച കുതിരയെ എഴുന്നള്ളിച്ചോ? ഉണ്ടെങ്കിൽ നമുക്ക് എഴുന്നള്ളിക്കാം. എഴുന്നള്ളിച്ചോ? ഒരൊട്ടകത്തെ എഴുന്നള്ളിച്ചോ? ഇതാണോ ദീനുമായി ബന്ധപ്പെട്ടത് എന്ന ചോദ്യം. അങ്ങനെ ഒന്ന് ഇസ്ലാമിലുണ്ടോ? അത് തെറ്റാണ് എന്ന് ഒരു കൂട്ടര് പറയുന്നു. അല്ല, ഒരു കുഴപ്പമില്ല എഴുന്നള്ളിച്ച. പിന്നെ അപകടം ഉണ്ടാകുന്നതോ? അങ്ങനെ അപകടം ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റാണെന്ന് പറയാണ്. വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അപകടം ഉണ്ടാകില്ലേ? അപ്പൊ അതുപോലെയേ ഉള്ളൂ എന്നാ മറുപടി. ഇനി ചെണ്ടയെ പറ്റി എന്താ ഇതേ മുസ്ലിയാരുടെ മറുപടി? കേട്ടോളൂ നിങ്ങൾ. ചെണ്ട മുട്ടനെ ഹറാമാണെന്ന് അല്ല, ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. അവിടെ ഇടുങ്ങിയുടെ വിഷയം ഇടുങ്ങുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. പറയണ്ടോ? അത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് മുസ്ലിംമാര് ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. ഈ ഫത്വ കിട്ടിയപ്പോഴാണ് നാട്ടിൽ മുഴുവൻ ഇത്തരത്തിലുള്ള നേർച്ചകൾ നടന്നു. ഇത് ഇന്ന് പറയാൻ തുടങ്ങിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുമ്പേ ഇതിനെ അനുകൂലിച്ചു ആളുകൾ. ഇതേ കാര്യം കാന്തപുരത്തിന്റെ അവതാരികയോടുകൂടി പുറത്തിറങ്ങിയ പുസ്തകം അതിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇനി ഹിന്ദുക്കൾ അവരുടെ അമ്പലങ്ങളിലേക്ക് വെടിക്കെട്ടും എഴുന്നള്ളത്തും നടത്തുന്നത് പോലെയല്ലേ മുസ്ലിങ്ങൾ മക്ബറയിലേക്ക് കൂട്ടസിയാറത്തിനും മറ്റും പോകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഹിന്ദുക്കൾ അരിവേ വെച്ച് കഴിക്കുന്നു, ഭാര്യമാരെ സംയോഗം ചെയ്ത് സന്താനോത്പാദനം നടത്തുന്നു, അമ്പലങ്ങളിൽ പോയി ആരാധന നടത്തുന്നു. അതുപോലെയല്ലേ മുസ്ലിങ്ങളും ചോറ് തിന്നുന്നതും സന്താനോത്പാദനം നടത്തുന്നതും പള്ളിയിൽ പോകുന്നതും എന്നും മറ്റും ചോദിക്കുന്നവരോട് മറുപടി പറയേണ്ടുന്ന ആവശ്യമില്ല. ഇതാ ഫത്വ. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്ന് ഇത് ദീനല്ല എന്ന് തെളിയിക്കാൻ തുടങ്ങിയപ്പോ നിൽക്കക്കള്ളിയില്ല. അപ്പൊ മാറ്റിയത് ഇതൊക്കെ തെറ്റാണ്. മുസ്ലിംമാരുടെ ഫത്വ കേട്ടു ആളുകൾ. ആ ഫത്വ കേട്ടിട്ടാ ഭീമാപ്പള്ളിയിൽ ഈ നേർച്ച നടക്കാൻ തുടങ്ങിയത്. ഭീമാപ്പള്ളി നേർച്ചയുടെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ.
മക്കത്ത് അങ്ങനെ തവാഫിമ്പില്ലേ? മക്കത്ത് തവാഫിയുമ്പോ ആണും പെണ്ണൊക്കെ അടുത്തൂടെ പോണില്ലേ? ആ ഇബ്രാഹിം നബീന്റെ ആണ്ടിന് ആകാമെങ്കിൽ പിന്നെന്താ ഭീമാപ്പള്ളി ആണ്ടിന്? അല്ലേ? നമ്മളെ മുസ്ലിയാരുടെ ഫത്വ പ്രകാരം ഭീമാപ്പള്ളി ആണ്ടിന് ഇതൊക്കെ ആവാം. കാരണം എന്താ? ഇബ്രാഹിം നബിയുടെ ആണ്ടിന് ഇതുണ്ട്. ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ, ഇവരെവിടെ ഈ സമുദായത്തെ എത്തിച്ചു? ഇവരെവിടെയാണ് ഈ സമുദായത്തെ എത്തിച്ചത്? എന്നിട്ട് ഇത് ആളുകളോട് മുജാഹിദികൾ പറയാൻ തുടങ്ങി, ഇത് ആളുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പൊ എന്താ? മുജാഹിദികൾ പുത്തൻവാദികളാണ്, മുജാഹിദികൾ കുഴപ്പക്കാരാണ്, അവര് വിദേഹത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് മുജാഹിദികളെ എതിർക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് പകരം ഇതാ ഇന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, ദീനിലെ ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉറൂസ് നടത്തുന്നത്. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾ മരിച്ചു കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. ഇത് ശൈഖുനാ കുണ്ടൂർ ഉസ്താദി എന്ന് പറയുന്ന AP വിഭാഗത്തിന്റെ ഒരു നേതാവുണ്ടായിരുന്നു, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ 5ാമത് ഉറൂസ് മുബാറക്കാണത്രേ. 5ാമത് ഉറൂസ് മുബാറക്ക് 2011 ഫെബ്രുവരി 2, 3, 4, 5, 6 ഇങ്ങനെ നടത്തുന്നു. ഇത് അൽ-ഇർഫാദിന്റെ പരസ്യമാണ്, AP വിഭാഗം സുന്നികൾ നൽകുന്ന പരസ്യമാണ്. ഇങ്ങനെ ഒരു ഉറൂസ് നടത്താൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതാ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തന്റെ ജീവിതകാലത്ത് മരണപ്പെട്ട, അതല്ലെങ്കിൽ ഷഹീദായ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബർ കെട്ടിപ്പൊക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് തെളിവ് പറയാൻ കഴിയാതെ മുജാഹിദികളെ ആക്ഷേപിച്ചിട്ടെന്ത് കാര്യം? അങ്ങനെ നമ്മൾ ഖബർ കെട്ടിപ്പൊക്കി ഈ മഹാന്മാരോട് പ്രാർത്ഥിക്കുമ്പോ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് എന്ന് മുജാഹിദികൾ പറയുമ്പോ ഇതാ മുജാഹിദികൾക്ക് അതൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് ഈ സമുദായത്തോട് പറഞ്ഞിട്ടെന്ത് കാര്യം? തെളിവല്ലേ ആളുകളോട് പറയേണ്ടത്? അത് പറയാനില്ല. അതിന് പകരം എന്താ? മുജാഹിദികളെ എന്തൊക്കെ കുറ്റം പറയാനുണ്ട് എന്നാ. ഇപ്പോ ഒരു 5 ദിവസത്തെ പരിപാടി നടന്നു കുറ്റിയാടി, നാടൊട്ടാകെ വലിയ പോസ്റ്റർ കൊട്ടിച്ചു. 5 ദിവസത്തെ പരിപാടി നടന്നിട്ട് എന്താ ഈ സമുദായത്തിന് കിട്ടിയത്? ഈ സമുദായത്തിലുള്ള ആളുകളെ എന്താ ഉണ്ടാക്കിയത്? എന്താ പഠിപ്പിച്ചത്? പ്രധാനമായി കുറെ പെൺകുട്ടികളെ നിരാശരാക്കി. അവർക്ക് ജീവിതത്തിൽ ഇനി ഭർത്താക്കന്മാരെ കിട്ടാത്ത കോലത്തിലായി. ഇനിയോ കല്യാണം കഴിച്ച് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് മരിക്കുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും സംശയിക്കാനുള്ള കാരണമായി. ഈ 2 കാര്യമാണ് 5 ദിവസത്തെ പരിപാടി കൊണ്ട് കിട്ടിയത്. ആ പരിപാടിയിൽ മുജാഹിദികളെ പറ്റി പറയുന്ന ഒരു കാര്യം കേട്ടോളൂ നിങ്ങൾ. ഉദാഹരണത്തിന് വേണ്ടി പറയട്ടെ, ഒരാൾ ഒരു സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് സുന്നിയല്ലാത്ത ഭർത്താവ് കുഫു വെക്കുകയില്ലെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ബാപ്പയാണെങ്കിലും ശരി, ആ പെൺകുട്ടിക്ക് പ്രായമെത്തിയിട്ട് അവളോട് സമ്മതം ചോദിച്ചതിന് ശേഷമല്ലാതെ ബാപ്പ കൊണ്ടുപോയി സുന്നിയല്ലാത്ത വരനെ തെരഞ്ഞെടുത്ത് നിക്കാഹ് ചെയ്തു കൊടുത്താൽ നിക്കാഹ് തന്നെ സഹീഹല്ല, ശരിയല്ല. ആ ബന്ധം തന്നെ ശരിയല്ല. ഇങ്ങനെയാണ് കർമ്മശാസ്ത്രത്തിലെ നിയമം. ഇത് സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്. ഒരു സുന്നിയായ പെണ്ണിന് സുന്നിയായ ഭർത്താവേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കുഫുവക്കില്ല, ആ നിക്കാഹ് സാധുവല്ല, ആ ബന്ധം തന്നെ ശരിയല്ല. ഏതാണാവോ ഈ സുന്നി? ഏതായി പറയുന്ന സുന്നി? ഈ പറയുന്ന സുന്നി കുറ്റ്യാടി സിറാജുൽ ഹുദയെ അംഗീകരിക്കുന്ന ആളുകൾ മാത്രല്ലേ? അല്ലാത്തൊരു സുന്നിയാണോ? ഇപ്പുറത്ത് യതീംഖാന ഉണ്ടല്ലോ, ഈ യതീംഖാനയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ യതീംഖാനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന് സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഇപ്പുറത്തുള്ള മനുഷ്യന്മാര് ജുമ നിസ്കരിക്കാത്തവരാണ്. ഈ പള്ളിയിൽ വെള്ളിയാഴ്ച കൃത്യമായി വന്ന് ജുമ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, ആ ജുമ നിസ്കരിക്കുന്നവരെ പറ്റി ഇപ്പുറത്തുള്ള ആളുകളുടെ പേരോടിന്റെ അഭിപ്രായം എന്താ? അവരുടെ ജുമ സ്വീകാര്യല്ല, അവരുടെ ജുമ സഹിഹല്ല. കേട്ടോളൂ നിങ്ങൾ പേരോട് തന്നെ പറയുന്നത്. മഹലിൽ അവിടുന്ന് 2-2.5 കിലോമീറ്റർ പോകണം പള്ളി. അപ്പൊ ഈയങ്കോട് മഹലിലുള്ള ഒരുപാട് ആളുകൾ നിവേദനം തന്നു ഇവിടെ ഒരു ജുമ സ്ഥാപിച്ചിരണം.
ജുമാ അത്രയും ദൂരാവുമ്പോൾ ഒരു പ്രദേശത്തിന്റെ 2 തലക്ക് ജുമാ പറ്റും. അങ്ങനെ ജുമാ ഇട്ട് കൊടുത്തു. ഇവിടെ കക്കമ്പള്ളിന്റെ 2 തലക്കപ്പുറപ്പുറം, ഒന്ന് മണ്ണാർത്തപ്പള്ളി, ഒന്ന് അതിന്റെ ഇങ്ങേപ്പുറപ്പുറ പള്ളി കുന്നത്തപ്പള്ളി. ഈ കുന്നത്തപ്പള്ളിന്റെയും മണ്ണാർത്തപ്പള്ളിന്റെ ഇടയ്ക്ക് എത്ര ദൂരമുണ്ട്? ആൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലോ. ഞാൻ എന്റെ കാലുമ്പൽ നടന്ന് അവിടുന്ന് കാറിലൊന്നല്ല പോയത്. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് നടന്നു, സമയം ബാച്ചിൽ നോക്കിയിട്ട് നടന്നിട്ട് ഉസ്താദ് ജുമായിട്ടതിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് അതിനേക്കാളും കൂടുതലുണ്ട് നമ്മളെ പള്ളിയിലേക്ക് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ ജുമായിട്ട്. അങ്ങനെ അവിടെ ജുമായിട്ട് ചോദിച്ചു നോക്കുങ്ങൾ. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ വിചാരിച്ച കോഴിക്കോട്ടൊന്ന് പെട്ടെന്ന് ഒരാളെ ചെയ്ത് ജുമയാണെന്നാ? പഠിച്ചിട്ട് ജുമ ഇടുന്നതിനെ പറ്റി പഠിച്ചിട്ടാണ് ഞാൻ ജുമ സ്ഥാപിച്ചു. അതുപോലെയാണ് ഈ അപ്പുറത്തെ യതീംഖാനന്റെ ജുമ എന്നാണ് നിങ്ങളെ ന്യായീകരണമെങ്കിൽ മൗലവിനോട് ഞാൻ ചോദിക്കുന്നു, ഈ കുറ്റ്യാടി പ്രദേശത്തുകാരായ 40 ആളുകൾ അവിടെ ഒരു ജുമ ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കമ്മിറ്റിക്ക് കത്ത് തന്നത് തെളിയിക്കാമോ? ഇനിയൊരു കള്ളക്കത്ത് ഉണ്ടാക്കണ്ട, തെളിയിക്കാമോ? അവിടെ ആരോടെങ്കിലും അപേക്ഷിച്ച് തെളിയിക്കാമോ? ചങ്ങരം കൊളുത്തുന്ന ഒരാളും കായക്കൊടിന്ന് വേറൊരാളും പാലേരിന്ന് മറ്റൊരാളും സുബ്ഹാനല്ലാഹ് തലയിക്കരന്ന് വേറൊരാളും, ഇവർക്കൊക്കെ അതാത് സ്ഥലത്ത് മഹല്ലുകളില്ലേ, ആ മഹല്ലിൽ ജുമയുമില്ലേ? ആ ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഈ മുത്തലിബ് ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല എന്നാ മറ്റേ ഖത്തീബിന്റെ ഫത്വ. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അവതാട് മഹല്ലിൽ പോയി നിസ്കരിക്കാന്നല്ലാതെ മുത്തലിബ് ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ, കാരണം ഉള്ളാൾ നിങ്ങളെ ശിഷ്യനായി പോയി, അതാ തെറ്റ്. എന്നാ ആ ഉള്ളാളൻ നിങ്ങളെ ശിഷ്യനായ മുത്തലിബ് ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങളെ മഹല്ലിൽ പോയി ജുമ കൂടുകയല്ലാതെ ഈ കുറ്റ്യാടിയിൽ വേറൊരു ജുമ തുടങ്ങാൻ നിങ്ങളെ ന്യായം എന്താണ്? എന്റെ ചോദ്യമാണ്. ഇങ്ങനെ കുറ്റ്യാടിയിൽ പാവപ്പെട്ട വേറൊരിട്ട് എങ്ങനെയാണെന്നറിയോ? 90 വീട്ടുകാർ ഞാനിവിടെ വന്ന ഉടനെ ഓല ഷെഡിൽ ജുമ ഇടുന്ന ദിവസം 90 വീട്ടുകാർ വന്നിട്ട് PCS തങ്ങളുടെയും കേക്കറവഞ്ഞാജിന്റെ സന്നിധിയിൽ വെച്ച് 90ലധികം വീട്ടുകാർ വന്ന് ഒപ്പിട്ട് തന്നു. ഞങ്ങൾ ഇവിടുത്തെ ജുമയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അറബിയിലുള്ള ജുമ സ്ഥാപിച്ചു തരണം. അങ്ങനെയാണ് ഇവിടെ ഞാൻ ജുമ സ്ഥാപിച്ചത്. യതീംഖാനയിലെ ജുമ നാട്ടുകാരായ എത്ര ആൾ ഒപ്പിട്ട് തന്നിട്ടാ സ്ഥാപിച്ചത്? യതീംഖാനയിലെ ജുമ സഹിയാണെന്ന് വാദിക്കുന്ന ഖത്തീബ് അവറുകളെ, അങ്ങനെ ഒരു ഒപ്പ് നടന്നിട്ടുണ്ടോ? കുറ്റ്യാടിയിലെ സുന്നികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജുമ, ഈ ഖുത്ബ മുത്തലിബ് ഉസ്താദിന്റെ ഖുത്ബയും ജുമയും സഹിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ജുമയുടെയല്ലേ നിങ്ങളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? കുറ്റ്യാടിക്കാരായ വല്ലവരെയും നിങ്ങളെ പങ്കെടുപ്പിച്ച ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഏതോ നാട്ടുകാർ വന്നിട്ട് ഒരു നാട്ടിൽ ജുമ ഇട്ടാൽ ആ ജുമ ശരിയാവുകയില്ലെന്ന് അർഹരായ മഹല്ലുകാരായ 40 ആളുകൾ വേണമെന്ന് നിങ്ങളെ മദ്രസയിൽ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ ഖത്തീബേ? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ പ്രസിഡന്റ്? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ സെക്രട്ടറി? നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, അപ്പുറത്തെ ജുമ നിങ്ങളെ മദ്രസയിലെ പുസ്തകപ്രകാരവും നിങ്ങൾക്ക് ഖുത്ബ ജുമ ഇട്ട് തന്ന പണ്ഡിതന്റെ ഫത്വ പ്രകാരവും 2 നിലക്കും ആ ജുമ ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. യതീംഖാനയിലെ ജുമ സഹിഹല്ല. അപ്പൊ ഈ ജുമ സഹിഹല്ലാത്ത ജുമ എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കുന്ന ആൾക്ക് അയാൾ സുന്നിയാണോ? അയാൾക്ക് കെട്ടിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാട്ടിൽ എത്ര ഏപ്പിക്കാരുടെ പെൺമക്കളെ ഈക്കക്കാര് കല്യാണം കഴിച്ചിട്ടുണ്ട്? എത്ര ഈക്കക്കാരുടെ പെൺമക്കളെ ഏപ്പിക്കാര് കല്യാണം കഴിച്ചിട്ടുണ്ട്? ഈ ബന്ധങ്ങളൊക്കെ സഹീഹല്ലാത്ത ബന്ധങ്ങളാണോ? ഇനി അതല്ല, ജുമ നിസ്കരിക്കാത്തവന് കെട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല എന്ന് വല്ല വാദവുമുണ്ടോ? പ്രസംഗിക്കുമ്പോ ആലോചിക്കണ്ടേ? ഇത് മുമ്പ് പ്രസംഗിച്ചതാ, ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴാ പറഞ്ഞ എന്ത്? സുന്നിക്ക് സുന്നിയെ മാത്രമേ കെട്ടിച്ചെടുക്കാൻ പറ്റൂ. ഇനിയോ ഇത് തന്നെ പറഞ്ഞത് യതീംഖാനയിൽ ജുമ തുടങ്ങിയ സമയത്തൊന്നും പറഞ്ഞല്ല. ജുമ തുടങ്ങി കുറെ കാലം കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അതെന്താ പറഞ്ഞത്? യതീംഖാനയിൽ ഇങ്ങനെ കുറെ സാധുക്കൾ വന്നിട്ട് സ്വഹീഹല്ലാതെ ജുമ നിസ്കരിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല, ഈ ദീൻ അറിയില്ല, ഫിഖ് അറിയില്ല, ഈക്കേന്റെ ഫത്വ അറിയില്ല, സമസ്തന്റെ പാഠപുസ്തകം അറിയില്ല, ഇവിടെ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലേന്നും അറിയില്ല. അങ്ങനെ നിസ്കരിക്കുന്ന കുറെ സാധു മനുഷ്യന്മാര് അവരുടെ ജുമ പോയി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണോ ഈ പറഞ്ഞത്? അല്ല. പിന്നെ എന്താ ഇത് പറയാനുള്ള കാരണം? അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത്? അതുകൂടി കേട്ടോളൂ നിങ്ങൾ. ഇതൊന്നും ഞാൻ പറയാതിരുന്നത് നിങ്ങൾക്ക് ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ പറയുമ്പോ ആൾക്കാർക്ക് തോന്നും എനിക്കതിനോട് അസൂയ ഉണ്ടായിട്ട് പറയാണെന്ന് തോന്നും. ഇപ്പോൾ ഞാൻ എന്തിനു പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, ഇവിടെ ദീനിന്റെ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുന്നില്ല.
സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഞാൻ ഇവിടെ സ്ഥാപിച്ച സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാനുള്ള ഓരോ ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കേസറ്റും സീഡിയും പിടിച്ചിട്ട് നാടൊട്ടാകെ എത്തിക്കും സിറാജുള്ളത് കൊണ്ടൊരു കാര്യമില്ല. അപ്പോഴാ പറയാൻ തുടങ്ങിയത് എന്ത് ഇതിന്റെ അടി അസ്ഥിവാരം വാരും മറ്റവരെന്ന് തോന്നിയപ്പോഴാണ്. എന്ത് ഇവിടെ നടക്കുന്നത് തട്ടിപ്പാണ്, ഇവിടെ ഇതുകൊണ്ടൊരു കാര്യമില്ല, ഇത് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാനെന്നല്ല എന്ന് ഞങ്ങൾ സീഡി നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ജുമയെ പറ്റി പറയാൻ തുടങ്ങിയത്. അതുവരെ പറയാതിരുന്നതോ ഞാൻ പറഞ്ഞ അസൂയാണ് എന്ന് വിചാരിക്കൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഏപ്പിക്കാര് ഏയ്ക്കാരെ കെട്ടാൻ പാടില്ല, പറയേണ്ടി വരില്ലേ സഹോദരന്മാരെ? അപ്പൊ ഇവര് പണ്ടൊരു പെണ്ണുങ്ങൾ പറഞ്ഞു പറയാറില്ല, നമ്മള് ഞാനും എന്റെ കെട്ടിയവനും തട്ടാനും മാത്രം മതി എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ സിറാജുലും മർക്കസിലും കുറച്ച് ആള് മതി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കോളാം എന്നാണെങ്കിൽ ഈ സമുദായത്തിൽ ഇവർക്ക് എന്ത് സ്ഥാനമുള്ളത്? ഈ സമൂഹത്തിൽ ഇവർക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഏപ്പിക്കാരന് കെട്ടിക്കാൻ കഴിയോ? ഈക്കക്കാരിയെ കഴിയില്ല, തീർന്നില്ല. ഷാഫിക്ക് ഹനഫിയെ കെട്ടാൻ കഴിയുമോ? കാരണം ഹനഫി മദ്ഹബിൽപ്പെട്ടയാൾക്ക് ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയില്ല, ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയില്ല ഹനഫി മദ്ഹബിൽ. ഇവര് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഏപ്പിക്കാരും ഈക്കക്കാരും ഹനഫികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ അവര് തന്നെ പഠിപ്പിക്കുന്നു ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയില്ല. ഷാഫി മദ്ഹബിലോ വുളൂ മുറിയും. അപ്പൊ ഒരു ഹനഫി മദ്ഹബുകാരന് ഷാഫി മദ്ഹബുകാരിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ബന്ധം സ്വഹീഹല്ല, ആ നിക്കാഹ് സാധുവല്ല എന്ന് പറയുമ്പോ ഈ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ദുരന്തം എത്രയാണ് നമ്മൾ ആലോചിക്കണം. അപ്പോ നേരത്തെ പറഞ്ഞു എന്ത് ഒരാളെ കെട്ടാൻ പാടില്ല. ഇതൊക്കെ എപ്പോഴാണെന്നറിയോ? അതാ രസം. എപ്പോഴാ ഇത് കെട്ടാൻ പാടില്ല എന്ന് പറയുന്നത്? വിവാഹത്തിന് മുമ്പ് എന്നാണ്. നിങ്ങൾ കേട്ടല്ലോ, വിവാഹത്തിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ എന്നാ പറയുന്നത്. എന്നിട്ട് ഇലിയാസ് നബി പറഞ്ഞ ആറാളുണ്ട്. നേരത്തെ പറഞ്ഞ ആറാള് ആര് പറഞ്ഞതാണ്? ഗസാലി പറഞ്ഞതാണ്. ഇനി ഇലിയാസ് നബി ഒരു 4 ആളെ പറഞ്ഞിട്ടുണ്ടത്രേ. 4 പെണ്ണുങ്ങളെ കെട്ടാൻ പാടില്ല. എപ്പോഴാ ശ്രദ്ധിക്കേണ്ടത്? വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കണം എന്നാണ്. എന്നാ ഇപ്പറഞ്ഞ കാര്യം വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കാൻ കഴിയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ പറയുന്നത് കേട്ടോ. ഇനി ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ 4 കാര്യം. മുഖ്തലിഅ, മുബാഹിയ, ആഹിറ, നാശിസ്. എന്താണ് മുഖ്തലിഅ എന്ന് പറഞ്ഞാൽ? എപ്പോഴും എന്നെങ്കിലും ഒഴിവാക്കിയേ എന്ന് പറയുന്ന ചില സ്ത്രീകൾ, അതാണ് മുഖ്തലിഅ. ആ പെണ്ണിൽ എങ്ങനെയാ കെട്ടുക എന്നുള്ളത് ഇത് വിവാഹത്തിന്റെ മുമ്പേ അവള് പറയോ എന്നെ ഒഴിവാക്കിയ കെട്ടിയാലല്ലേ പറയുള്ളൂ. ഇവൾ എന്നെ ഒഴിവാക്കിയെന്ന് പറയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലായാലേ? എന്ത് വിവരക്കേടാ പറയുന്നത്. ഇനി ആലോചിച്ച് ഇലിയാസ് നബി പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ഒന്ന്? ഇലിയാസ് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇല്ല. ആരോ എവിടെയോ എഴുതി വെച്ചു എന്നതല്ലാതെ അത് സ്വീകരിക്കേണ്ട എന്ത് ബാധ്യതയാ സഹോദരന്മാരെ സമുദായത്തിനുള്ളത്? തീർന്നില്ല. ഇനി കെട്ടാൻ പാടില്ല. ആരെ കേട്ടോ? അത് ഈ പറഞ്ഞ കോലത്തിലാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നാന എന്ന് പറഞ്ഞാൽ എപ്പോ നോക്കിയാലും എനഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അതാണ് അന്നാന എന്ന് പറഞ്ഞത്. എപ്പോ നോക്കിയാലും തലവേദന, എപ്പോ നോക്കിയാലും വേവലാതി, ഒരിക്കലും ഒരു സമാധാനമുള്ള വർത്താനം പറയൂല. അതാണ് അന്നാന എന്ന് പറഞ്ഞത്. മറ്റൊന്നാണ് മന്നാന. മന്നാന എന്ന് പറഞ്ഞാലോ എപ്പോഴും എടുത്തു പറയുന്നവള്. നിങ്ങൾക്കത് ഞാനല്ലേ ശരിയാക്കി തന്നെ, എന്റെ ഉപ്പല്ലേ നിങ്ങൾക്കത് ശരിയാക്കി തന്നെ, ഉപ്പ വിസാരിച്ചിട്ടല്ലേ നിങ്ങൾ പോയത്. ഇങ്ങനെ അവളെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടിയത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ചില സ്ത്രീകൾ, അതാണ് മന്നാന. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ അത്ര അധ്വാനിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അതാണ്. എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടാൻ പാടില്ല. ഇതൊക്കെ എപ്പോഴാ ശ്രദ്ധിക്കേണ്ടത്? വിവാഹത്തിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാ വിവാഹത്തിന് മുമ്പേ ഏതെങ്കിലും പെണ്ണ് ഈ റോഡിൽ കാണുന്ന ആരോടെങ്കിലും പറയും നിങ്ങൾക്ക് എന്റെ ഉപ്പയല്ലേ വിസ തന്ന്, എന്റെ ഉപ്പയല്ലേ നിങ്ങൾക്ക് വിസ? ആരാ ഇത് പറയാ സഹോദരന്മാരെ? ആ പെണ്ണിനെ എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടാൻ പാടില്ല. അപ്പൊ എത്രയായി? 6 ഉം 4 ഉം 10. തീർന്നില്ല. അടുത്ത് ഏറെ ഒരു 11 പേര് വിവാഹത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അഥവാ നല്ലതല്ലാത്ത ഒരു 11 പേരെയും കൂടി ഞാൻ പറയട്ടെ. അപ്പൊ 6 ആയി, 4 ആയി, ഇനി വേറൊരു 11. ആ 11 ഏതാ? ഒന്ന് കേട്ടോളി. മറ്റൊന്ന് അമിത ഭംഗിയുള്ള സ്ത്രീ.
ഭംഗിയുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. അതേസമയത്ത് അമിതമായ ഭംഗിയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. എന്താ കാരണം? അമിതമായ ഭംഗിയുള്ള സ്ത്രീയാകുമ്പോൾ ഒരുപാട് തോന്നിവാസികളുടെ കണ്ണ് അവളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അതിന് പെണ്ണെത്തി പേഴ്ചു സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെൺകുട്ടിക്ക് സൗന്ദര്യം കൊടുത്തു. ആ സൗന്ദര്യം കിട്ടിയതിന്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും തെമ്മാടികൾ അവളെ നോക്കുന്നു എന്നതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ വിവരക്കേടിന് ദീനിൽ എന്ത് പ്രാമാണികതയുണ്ട്? ഇത് ദീനിന്റെ പേരിലല്ലേ പറയുന്നത്? ഇത് ദീനിന്റെ പേരിലല്ലേ? ഇനി തിരിച്ചില്ല, ഈ പറഞ്ഞതൊക്കെ ആണിനുണ്ടാവൂലേ? ഈ പറഞ്ഞതൊക്കെ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന ആണുണ്ടാവൂലേ? ഉണ്ടാവാലോ. എപ്പോഴും പെണ്ണിനോട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന തരത്തിലെ വർത്തമാനം പറയുന്ന ആണുണ്ടാവൂലേ? അമിതമായ സൗന്ദര്യമുള്ള ആണുണ്ടാവൂലേ? ഓലെയൊന്നും കേട്ട അതെന്താ പറയാത്തത്? അല്ലേ? ഈ നല്ല സൗന്ദര്യമായിട്ട് ഇപ്പൊ നമുക്ക് കാണാലോ, നമ്മള് പത്രത്തിൽ വായിക്കാറുണ്ട്, ടെലിവിഷനുകളിൽ കാണാറുണ്ട്. സൗന്ദര്യമുള്ള സ്പോർട്സ് താരങ്ങൾക്ക് പിന്നാലെ, സിനിമാ താരങ്ങൾക്ക് പിന്നാലെ വിവരദോഷികളായ പെൺകുട്ടികൾ ഓട്ടോഗ്രാഫ് ലഭിക്കുന്നതിന് വേണ്ടി ഓടുന്നത്. അതേപോലെ തന്നെ അത്തരം ആളുകളുടെ ഫാനുകളായി മാറുന്നത് നമ്മൾ വായിക്കാറുണ്ട്, കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അവരുടെ സൗന്ദര്യം, ഈ പുരുഷന്മാരുടെ സൗന്ദര്യം അതിലൊരു ഘടകമാണ്. പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ ഈ തെമ്മാടികളായ ബോധമില്ലാത്ത സ്ത്രീകളൊക്കെ ഈ പുരുഷനെ നോക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത്ര ഒരു പുരുഷനെ പുതിയാപ്പിളയാക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? എന്താ പറയാത്തത്? അതെന്തേ പറയാത്തത്? ഇത് ദീനിലുള്ളതല്ല, മറിച്ച് സ്വയം മെനഞ്ഞുണ്ടാക്കിയതാണ്. ഇനി നോക്കിക്കോ, വേറൊരു നിബന്ധന. ലഹ്ബറ എന്ന് പറഞ്ഞാൽ ആരാണ്? സബീലത്തുൻ മഹ്സൂലത്തുൻ വന്നഹ്ബറ. സബീലത്തുൻ മഹ്സൂല, വളരെ മെലിഞ്ഞ് നീണ്ട സ്ത്രീ, വളരെ മെലിഞ്ഞ് സ്കെൽട്ടായി നീണ്ട സ്ത്രീ. അത്തരം സ്ത്രീകൾ ഗുണകരമല്ല. വന്നഹ്ബറ, സ്ത്രീകളെ കൂട്ടത്തിൽ നഹ്ബറ എന്നൊരു വിഭാഗമുണ്ട്, അവരും ഗുണകരമല്ല. അതാരാണ്? തസീറത്തുൻ ദമീമത്തുൻ നൗമുദ്ബിറ മിനൽ അജൂസി വനികാഹുൽ ഹൻദറ. മർഖാദി റഹിമഹുല്ലാഹ് പറയുകയാണ്, ആര് കണ്ടാലും ആര് കേട്ടാലും ആരും അതാ അപമാനിക്കുന്ന വിധത്തിൽ തീരെ നീളമില്ലാത്ത പെണ്ണ്, വളരെ നീളം കുറഞ്ഞ പെണ്ണ്, ആര് കണ്ടാലും മോശം പറയും. ആ രൂപത്തിൽ നീളം കുറഞ്ഞ പെണ്ണും ഗുണകരമല്ല. മൂപ്പർക്ക് നീണ്ടാന്ന് പറഞ്ഞപ്പോ സാധാരണ നീളത്തിൽ ഒതുക്കാൻ കഴിയില്ല, അപ്പൊ നീണ്ടാന്ന്. പിന്നെ ചെറിയതോ വിരലുകൊണ്ട് കാണിക്കുന്നുണ്ടില്ലേ? ചെറിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല. ആര് കണ്ടാലും മോശം പറയുന്ന പെണ്ണ്. മുസ്ലിങ്ങളോടെന്താ പറയേണ്ടത്? അള്ളാഹു പല കോലത്തിലും ആളുകളെ പടക്കും. ചിലത് നീണ്ടതായിരിക്കും, ചിലത് നീളം കുറഞ്ഞതായിരിക്കും, ചിലത് തടിച്ചതായിരിക്കും, ചിലത് മെലിഞ്ഞതായിരിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ അവരെ കുറ്റം പറയരുത് എന്നാണ്. ആര് കണ്ടാലും കുറ്റം പറയുന്ന പെണ്ണ് എന്നല്ല, അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്നാ പറയേണ്ടത്. ഈ നീണ്ട പെണ്ണിനെ കെട്ടാൻ പാടില്ല, അത് ഗുണകരമല്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? ഏതോ ഒരു ചങ്ങായി ഓന്റെ കെട്ടിയ പെണ്ണ് നീണ്ടതായി എന്ന് വിചാരിക്കുക, ഓന്റെ കച്ചവടം പൊട്ടാനും തുടങ്ങിയ കുടുംബത്തിൽ അലമ്പുണ്ടാകാൻ വേറെ വല്ലതും വേണോ? ഈ വലിയ ഒരൊറ്റ ഒരുത്തം പോരെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ? നോക്ക്, ഒരാള് കല്യാണം കഴിച്ചു, ഒരു മനുഷ്യൻ, ഒരുപാട് നമുക്കറിയാം ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ചെറുപ്പക്കാര്, ഈ ആദർശം പഠിച്ച് ദീനിനോട് സ്നേഹമുള്ള ചെറുപ്പക്കാര് ഒരു നിബന്ധനയും വെക്കാതെ, സൗന്ദര്യം പരിഗണിക്കാതെ, അതല്ലെങ്കിൽ വൈകല്യങ്ങൾ പരിഗണിക്കാതെ കല്യാണം കഴിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, എന്നാൽ സൗന്ദര്യമില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള, വികലാംഗയെ കെട്ടാൻ പാടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. വൈകല്യമുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇയാള് പറയണ എന്താ? അത് ഗുണകരമല്ല. ആലോചിച്ചു, ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു, അള്ളാന്റെ വിധി ഓന്റെ ജോലി പോയി. ഈ മുസ്ലിയാരെ വയല് കേട്ടാ ഓൻ എന്താ മനസ്സിലാക്കുക? അന്തറ അല്ലേ? നീളം കുറഞ്ഞ് അല്ലെങ്കിൽ നീണ്ട ഈനെ കൂട്ടിക്കൊണ്ടുവന്നാണ് എന്ത്? ഇനി അമ്മായി അമ്മ എങ്ങാനായി വയല് കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ തന്നെ എന്താണ് സാധാരണ നമ്മുടെ നാട്ടിൽ പറയും, കോവില്ലാണ്ട് പോകുന്ന പന്നിക്കൊരു കോവും കൂടി തച്ചേറ്റിയാലോ.
അതേപോലെ അല്ലെങ്കിൽ തന്നെ ബഹളം ഉണ്ടാക്കുന്ന അമ്മായിമ്മയാണെങ്കിൽ ഈ മൊയിലേറെ വയലും കൂടി കെട്ടാൽ പിന്നെ കുടുംബത്തിൽ നിൽക്കുവോ ബഹളം? തീർന്നില്ല. അടുത്തതാരെ കെട്ടാൻ പാടില്ല കേട്ടോ. ലഹ്ബറ എന്ന് പറഞ്ഞാൽ ആരാണ്? സബീലത്തുൻ മഹ്സൂലത്തുൻ വന്നഹ്ബറ. സബീലത്തുൻ മഹ്സൂല, വളരെ മെലിഞ്ഞ് നീണ്ട സ്ത്രീ, വളരെ മെലിഞ്ഞ് സ്കെൽട്ടായി നീണ്ട സ്ത്രീ, അത്തരം സ്ത്രീകൾ ഗുണകരമല്ല. വന്നഹ്ബറ, സ്ത്രീകളെ കൂട്ടത്തിൽ നഹ്ബറ എന്നൊരു വിഭാഗമുണ്ട്, അവരും ഗുണകരമല്ല. അതാരാണ്? ഖസീറത്തുൻ ദമീമത്തുൻ നൗമുദ്ബിറ മിനൽ അജൂസി വനികാഹുൽ ഹൻദറ. മർഖാദി റഹിമഹുല്ലാഹ് പറയുകയാണ്, ആര് കണ്ടാലും ആര് കേട്ടാലും ആരും അതാ അപമാനിക്കുന്ന വിധത്തിൽ തീരെ നീളമില്ലാത്ത പെണ്ണ്, വളരെ നീളം കുറഞ്ഞ പെണ്ണ്, ആര് കണ്ടാലും മോശം പറയും. ആ രൂപത്തിൽ നീളം കുറഞ്ഞ പെണ്ണും ഗുണകരമല്ല. ആ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? കല്യാണം കഴിക്കാൻ പാടില്ല. മെലിഞ്ഞോളെ കെട്ടാൻ പാടില്ല, തടിച്ചോളെ കെട്ടാൻ പാടില്ല, സൗന്ദര്യമുള്ളവളെ കെട്ടാൻ പാടില്ല, അംഗവൈകല്യമുള്ളവളെ കെട്ടാൻ പാടില്ല, വർത്തമാനം പറയുന്നവളെ കെട്ടാൻ പാടില്ല. ഇതൊക്കെ എപ്പോഴാ ഇതൊക്കെ ആലോചിക്കേണ്ട? അതും കൂടി കേൾക്കണം നിങ്ങൾ. ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ ഒഴിവാക്കുന്നത്, വിവാഹം കഴിച്ചിട്ട് ഒഴിവാക്കുന്നതല്ല പറഞ്ഞത്. വിവാഹം കഴിച്ചതിന് ശേഷം ഇങ്ങനത്തെ ദുസ്വഭാവം ഉണ്ടെങ്കിൽ ക്ഷമിച്ചു നിൽക്കുകയാണ് വേണ്ടത്. കഴിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ളത് കുടുങ്ങാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ജാതി വർത്താനം പറഞ്ഞിട്ട് ഇനി എന്തിനാ ഉപദേശം? അത് ഓരോരുത്തരും തീരുമാനിക്കണ്ടല്ലേ. ഇങ്ങനെ തനിക്ക് പറ്റാത്ത ഒന്നിനും ഒപ്പം നിർത്തണോ വേണ്ടോ എന്നുള്ളത് അയാളല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലേ? ഈ മനുഷ്യനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ദോഷത്തിനും കാരണം സ്വന്തം കട്ടിലിൽ അടുത്ത് കിടക്കുന്ന ഭാര്യയാണ് എന്ന് പറഞ്ഞു കൊടുത്ത മുസ്ലിയാർ പറയാ, എന്നാലും നിങ്ങൾ ക്ഷമിച്ചോ? അത് ക്ഷമിക്കണമെന്ന് നാട്ടുകാർ തീരുമാനിക്കൂലേ? കാരണം ഇത് കേട്ട് ക്ഷമിച്ച നാട്ടുകാർക്ക് ഇനി എന്തും ക്ഷമിക്കാം. ഈ മുസ്ലിയാര് ഇത് പ്രസംഗിച്ചിട്ട് സുഖമായി ഇന്നും ജീവിച്ചിരിക്കുന്നില്ല, ഒരു കുഴപ്പമില്ലാതെ. അത് മുമ്പിൽ വന്ന ആളുകൾ ക്ഷമിച്ചില്ലേ, ആ ആളുകൾ ഇനി ഭൂലോകത്ത് എന്തും ക്ഷമിക്കും. ഇതാ സഹോദരന്മാരെ, 5 ദിവസത്തെ പ്രസംഗം, 4 ദിവസത്തെ പുറത്തിറങ്ങി. ഇനി പുറത്തിറങ്ങാനുള്ള ഒന്ന് എന്താന്നുള്ളത് പഠിച്ചവനറിയാം. അതിലിനി ഏതൊക്കെ ഹന്തറകളും ബന്തറകളുമാണ് വരാനിരിക്കുന്നത് എന്ന്. ഇതാണോ സഹോദര ദീനിന്റെ പേരിൽ പറയേണ്ടത്? ഈ പറയുന്ന ആളുകൾക്ക് എന്നാ ദീന് മര്യാദക്ക് പറയോ? ദീന് പറയോ? പറയില്ല. ഇതിൽ പറയുന്ന വേറൊരു വിഷയം കൂടി കേട്ടോളൂ നിങ്ങൾ, അതുകൂടി കാണാം നമുക്ക്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു. ആ വ്യഭിചരിച്ചതിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ ആ പെൺകുഞ്ഞിന്റെ ബാപ്പയായി ആ വ്യഭിചാരിയെ ഇസ്ലാം അംഗീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതേ അൽ വലദുലിൽ ഫിറാസ് വലിൽ ആഹിറിൽ ഹജറു. അതേ, ഒരിക്കലും തന്നെ വ്യഭിചരിച്ച മനുഷ്യന് കുട്ടിയെ കൊടുക്കാൻ അവകാശമില്ല. കുട്ടി വിരുപ്പിന്റേതാണ്, ആ ഉമ്മയുടെ കുട്ടിയാണ്. അതേസമയത്ത് അവന്റേതല്ല. വ്യഭിചാരിക്ക് കുട്ടിയല്ല, അവന് വാസ്തവത്തിൽ കല്ലാണ് കൊടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആകയാൽ വ്യഭിചാരിയുടെ ബീജത്താൽ ജനിച്ച കുട്ടി, ആ കുട്ടി അവന് ഹറാമാണെന്നും കറാഹത്താണെന്നും 2 നിലക്കും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതാണ് മറ്റൊന്ന്. ഒരാൾക്ക് വ്യഭിചാരത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു, അയാൾക്ക് ആ പെൺകുട്ടീനെ കെട്ടാൻ പറ്റോ? ഇല്ലേ? കറാഹത്താണെന്നും പറഞ്ഞിട്ടുണ്ട്, ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണോ ദീന്? എന്റെ ഇമാം ഷാഫിയുടെ അഭിപ്രായം മറച്ചു വെച്ചു. ഇമാം ഷാഫി പറഞ്ഞത് കെട്ടാന്നാണ്, കറാഹത്താണെന്നല്ല. കെട്ടാൻ ഒരു കുഴപ്പമില്ല എന്നല്ലേ ഇമാം ഷാഫിയുടെ അഭിപ്രായം. ആ അഭിപ്രായം എടുത്തു ധരിച്ചുകൊണ്ട് ഇമാം നവവി തന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി. എന്താ പറയുന്നത്? ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം, തനിക്ക് വ്യഭിചാരത്തിൽ ഉണ്ടായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കൽ അനുവദനീയമാണ് എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. സൗദയോട് മറയിലിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നതാണ് തെളിവ്. ഇത് ബാത്തിലായ തെളിവാണ്. ആര് പിടിച്ച തെളിവ്? ഇമാം ഷാഫി എടുത്ത തെളിവ് ബാത്തിലായ തെളിവാണ് എന്നാരാ പറയുന്നത്? ഇമാം നവവി. അതെന്താ മൂടി വെച്ചത്? ഇമാം ഷാഫി
അങ്ങനെ പറഞ്ഞ ഒരു അഭിപ്രായം അത് ആളുകളോട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ദീനിനെതിരാണ്. അത് ആളുകൾ മനസ്സിലാക്കിയാൽ ഇമാം ഷാഫിക്ക് എല്ലാ ഹദീസും കിട്ടി എന്ന വാദം പൊളിയും. ഇമാം ഷാഫി പറഞ്ഞതാണ് ഷാഫി മദ്ഹബ് എന്ന വാദം പൊളിയും. ഇമാം ഷാഫി പറഞ്ഞതിന് ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് എതിർത്തിട്ടില്ല, അതിനെ എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന വാദവും പൊളിയും. അതൊക്കെ പൊളിഞ്ഞാൽ പിന്നെ ഇവിടെ കച്ചവടം നടക്കൂല. കാരണം ഇപ്പോഴെന്താ, ദീന് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് അല്ലെ? ദീന് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാ. ഇപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാൻ. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്താ, രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി കോഴിക്കോട് നിർമ്മിക്കുന്നു എന്നാണ് ഒരു പത്രത്തിന്റെ ഭാഗം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കോഴിക്കോട്ടൊരു പള്ളി ഉണ്ടാക്കുകയാണ് അത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ പള്ളിയുടെ നല്ല പ്രത്യേകത, ആ പള്ളിയുടെ പേരെന്താ? ഷെഹ്റെ മുബാറക് ഗ്രാൻഡ് മോസ്ക്. എന്താ ഷെഹ്റെ മുബാറക്കിന് പേര് വരാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുണ്ടത്രേ അവിടെ. അതിപ്പോ എവിടുന്നാ കിട്ടിയത്? കാരന്തൂർ മർക്കസിൽ നടന്ന ചടങ്ങിൽ അബൂദാബിയിലെ ഡോക്ടർ അഹമ്മദ് ഹസ്രജ് പ്രവാചക കേശം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറി. മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാർബറ. മൂപ്പർക്കാണ് ഇപ്പോഴത് കിട്ടിയത്. ഇക്കാലം മാത്രമല്ല, ഇപ്പൊ ഇതിന് കാര്യമായ വിശേഷണം മർക്കസിന്റെ സമ്മേളനത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സനദുള്ള മുടിയാണ്. അപ്പൊ കഴിഞ്ഞാലും വരെ അവിടെയുള്ള മുടിയോ? കഴിഞ്ഞാലും ഉണ്ടല്ലോ അവിടെ മുടി. ഇരിക്കെല്ലാം കിട്ടിയതല്ലേ? കഴിഞ്ഞാലുള്ള മുടി സനദുള്ളതല്ലേ? അതാരോ പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടി തന്നെയാണ്. അപ്പൊ ഈക്കാരെ കൂട്ടത്തിൽപ്പെട്ടൊരു മൊയിലാര് പറഞ്ഞു, പറയല്ല ചങ്ങായിമാരെ, അത് കാന്തപുരത്തിന്റെ മുടിയാണ്. എന്താന്ന് അങ്ങനെ പറഞ്ഞ റസൂലിന്റെ മുടിയിനേക്കാളും ഈ കൗമ് വില കൽപ്പിക്കായിന. കാരണം ഇത് അതാ ടീം. പിന്നെ റസൂലിന്റെ മുടിക്ക് ഒരു വില ഉണ്ടാവില്ല, അതിന്റെ അടുത്തേ ആളുണ്ടാവുള്ളൂ എന്ന് ഈക്കാരനായ ഒരു മുസ്ലിയാര് പറഞ്ഞു. എവിടുന്നാ ഇത് കിട്ടിയത്? എന്താ ഇതിന്റെ പരമ്പര? ആരിൽ നിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഹസ്രജിന് ഇപ്പൊ പോയി കുഴിച്ചാ കിട്ടൂലല്ലോ. അദ്ദേഹത്തിന് ഒരാൾ കൊടുക്കണം. ആര് കൊടുത്തു? അദ്ദേഹത്തിന് ആര് കൊടുത്തു? അദ്ദേഹത്തിന്റെ കയ്യിൽ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഒരു പരമ്പര വേണ്ടേ? എവിടെയാ ഇതിന്റെ പരമ്പരയുള്ളത്? സ്വീകാര്യമായ പരമ്പരയിലൂടെ എവിടെയുമില്ല. പിന്നെ ഹസ്രത്ത് ബാൽ പള്ളിയിലുണ്ട്, കാശ്മീരിൽ നിന്നാണ്. അത് ഒരുപാട് പ്രാവശ്യം മോഷണം പോയി, അവിടെ കലാപുണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയും ഇതാ കിട്ടി, പിന്നെയും കൊണ്ടുവന്ന് വെക്കും അവിടെ. ഇങ്ങനെയുള്ള ഹസ്രത്ത് ബൽ പള്ളിയിലെ ബാലെന്ന് നമ്മൾ തെറ്റിപ്പറയാൻ എന്താണ്? മുടി അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഹസ്രത്ത് ബാലാണ്, ഹസ്രത്ത് ബൽ പള്ളി എന്നാണ്. അപ്പോ ഇപ്പൊ ഇവിടെ കോഴിക്കോട് ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. എത്രയാണ്? 40 കോടിയോ? 40 കോടിയാണ് ഇതിന്റെ വില കാണുന്നത് പള്ളിയുടെ. ഒരു പ്രശ്നമില്ല, 40 കോടി ചെലവാക്കിയാലും ഈ സാധനം അവിടെ വെച്ചിട്ട് കാശുണ്ടാക്കാന്നാണ്. കാരണം ഒരു മൊയിലാര് വയലിന് വിൽക്കണാണ്ടില്ല. നിങ്ങൾ ഇവിടെ ഉള്ളതൊന്നുമല്ല, വെല്ലൂര് ബാക്കിയാത്ത് സാലിഹാത്തിൽ മുടിയുണ്ട്. അവിടുന്ന് മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന കുപ്പി, ആ കുപ്പി വെള്ളം ഒരു സാധാരണ നമ്മൾ 1 ലിറ്ററിന്റെ വാഷ് ബോട്ടിലിന് 25,000, 5,000, 10,000 ഒക്കെയാ മൊയിലന്മാര് വില നിശ്ചയിക്കുന്നത്. ആരാ സഹോദരന്മാരെ ഇത് പഠിപ്പിച്ചത്? ദീൻ കച്ചവടമാക്കുകയാണ് ഈ ആളുകൾ. നേർച്ച അതിനു വേണ്ടിയാണ്, ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നത് അതിനു വേണ്ടിയാണ്, പ്രസംഗങ്ങൾ അതിനു വേണ്ടിയാണ്, പള്ളി ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ദീൻ, ആ ദീനിനെ സ്നേഹിക്കുക എന്നതിൽ നിന്ന് മാറി, ആ ദീന് പിൻപറ്റുക എന്നതിൽ നിന്ന് മാറി അവിടെ നിന്ന് വരുന്നത് എന്താണ്? ഭൗതികമായ സ്നേഹമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. അല്ലാഹു പറയുകയാണ്, എന്താ പറയുന്നത്? വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യബുദ്ധി കാണിക്കുകയാണെങ്കിൽ, അഥവാ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദീൻ കാര്യം പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂല് ആരെയൊക്കെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂല്
ആരെ വിവാഹം കഴിക്കരുത് എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് മഹാന്മാരുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് പഠിപ്പിച്ചു. ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ദീനിൽ എന്തൊക്കെയാണുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി പഠിപ്പിച്ചു. എന്നിട്ട് ഒരാൾ വിചാരിക്കുകയാണ് ആ റസൂല് പഠിപ്പിച്ചതൊന്നും പോരാ ദീനിന്റെ കാര്യത്തിൽ. ഇതാ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞു. നാട്ടിന്റെ നാനാഭാഗങ്ങളിലും നബിദിനാഘോഷം നടക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് റബീഉൽ അവ്വൽ മാസത്തിനോ റബീഉൽ അവ്വൽ 12-നോ പ്രാധാന്യം നൽകിക്കൊണ്ട് എന്തെങ്കിലും ഒരു ആഘോഷം എപ്പോഴെങ്കിലും പഠിപ്പിച്ചോ? എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂല് റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, റബീഉൽ അവ്വൽ 12-നാണ് ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 9-നാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇബാദത്ത് അവിടെ വെച്ച് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാതിരിക്കേ വേണ്ട അതുകൂടി ദീനിന്റെ ഭാഗമായി ചെയ്യണമെന്ന് ആരെങ്കിലും വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് മാത്സര്യ ബുദ്ധി കാണിച്ചാൽ റമളാനിൽ അവസാനത്തെ 10 അള്ളാഹുവിന്റെ റസൂല് ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ചില ആളുകൾ പറയുന്നു പോരാ, അങ്ങനെ ഇഅ്തികാഫിരിക്കുകയല്ല വേണ്ടത്. റമളാൻ 27-ന് ഖലീലുൽ ബുഖാരി തങ്ങൾ ഒരു സ്വലാത്ത് മജ്ലിസ് നടത്തുന്നുണ്ട്. എല്ലാവരും ആ മജ്ലിസിലേക്ക് വരണം, എല്ലാവരും ആ മജ്ലിസിൽ വരണം, എന്നിട്ട് ദുആയിൽ പങ്കുചേരണം, എന്നിട്ട് തൗബയിൽ പങ്കുചേരണം. തങ്ങൾ തൗബ ചൊല്ലിത്തരും, നിങ്ങളത് ഏറ്റുചൊല്ലണം എന്ന് പറയുന്നവരില്ലേ? സഹോദരന്മാരെ, ആലോചിച്ചു നോക്ക്, എന്തിനെയാ ഈ ആളുകൾ പരിഹസിക്കുന്നത്? ഇസ്ലാമിലെ സ്വലാത്ത് ഇവർക്ക് പുല്ലാണ്, ഇസ്ലാമിലെ ദിക്ർ ഇവർക്ക് പുല്ലാണ്, ഇസ്ലാമിലെ തൗബ ഇവർക്ക് പുല്ലാണ്. അറിയാമല്ലോ നമുക്ക് സ്വഹാബിമാരുടെ ചരിത്രം. മായിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ? ആ മായിസ് റളിയല്ലാഹു അൻഹു അതാ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഒന്ന് എന്നെ ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിരിച്ചു പോവുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്ന് മായിസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. വീണ്ടും ആവർത്തിച്ച് മായിസ് റളിയല്ലാഹു അൻഹു ഇത് ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിൽ നിന്നാ മായിസേ നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കേണ്ടത്? അതാ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മിനസ്സിന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, സിനയിൽ നിന്നാണ് എന്നെ ശുദ്ധീകരിക്കേണ്ടത്, എന്നോട് വ്യഭിചരിച്ചു പോയി എന്ന് ആ സഹാബി അങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്ന സഹാബികളോട് പറയുകയാണ്, മായിസിന് ഭ്രാന്തുണ്ടോ? മായിസിന് ഭ്രാന്തുണ്ടോ? സഹാബികൾ പറഞ്ഞു, ഇല്ല നബിയേ, ഭ്രാന്തില്ല. വീണ്ടും അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അല്ല മായിസ് മദ്യപിച്ചിട്ടാണോ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്? സഹോദരന്മാരെ കേൾക്കണം നിങ്ങൾ. ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ വായവാസനിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇല്ല റസൂലേ, മായിസ് റളിയല്ലാഹു അൻഹു മദ്യപിച്ചിട്ടില്ല. ഇത് കേൾക്കേണ്ട താമസം അള്ളാഹുവിന്റെ റസൂല് മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞുകൊല്ലാൻ വിധിക്കുകയാണ്. ആലോചിക്കണം നമ്മൾ. റസൂലിന്റെ സന്നിധിയിലേക്ക് വന്ന് തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഒന്ന് എന്നെ ഇങ്ങ് ശുദ്ധീകരിച്ച് തരണം എന്ന് പറയുമ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിന് അറിയാമെന്ത്? അള്ളാഹുവിന്റെ റസൂല് ഇത് അംഗീകരിച്ചാൽ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് മായിസിനറിയാം. അല്ലാതെ ഇന്നീ തങ്ങന്മാര് ചെയ്യുന്നത് പോലെ, സ്വലാത്ത് മജ്ലിസിൽ ചെയ്യുന്നത് പോലെ, ദിക്ർ മജ്ലിസിൽ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി, എന്തെങ്കിലും ഒരു വെള്ളം കൊടുത്ത്, ഇതാ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയല്ല മായിസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും അദ്ദേഹം പോയി. തീർന്നില്ല, ചരിത്രം തുടരുകയാണ്. ആ മായിസ് റളിയല്ലാഹു അൻഹുവിനെ സഹാബികൾ എറിഞ്ഞുകൊന്നു. അതിനുശേഷം പള്ളിയിൽ ഒരു ചർച്ച നടക്കുകയാണ്.
ആ പള്ളിയിൽ ചർച്ച നടക്കുന്ന കൂട്ടത്തിൽ മായിസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മോശമായ അഭിപ്രായം ചില സ്വഹാബികൾ പറഞ്ഞപ്പോ അതാ റസൂലുള്ളാഹി പറയുകയാണ്, ഒരാളും മിണ്ടിപ്പോകരുത്, മായിസിനെ കുറിച്ച് അങ്ങനെ പറയരുത്, മായിസിനെ മോശക്കാരനാണെന്ന് പറയരുത്, മായിസിനെ അപഹസിക്കരുത്, മായിസിനെ പരിഹസിക്കരുത്. കാരണം എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും തൗബ ഒരു ഭാഗത്തും മായിസിന്റെ തൗബ മറുഭാഗത്തും ഇട്ടാൽ ആ തൗബയാണ് ഖനം തൂങ്ങുന്നത്. കാരണം അത് ജീവിതം കൊണ്ടുള്ള തൗബയാണ്, അത് ആരെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള തൗബയല്ല, അത് ഒരു ചടങ്ങിന്റെ തൗബയല്ല. വീണ്ടും വരുന്നു റസൂലിന്റെ അരികിലേക്ക് ഒരു പെണ്ണ്, എന്നിട്ട് ഇതേ ആവശ്യമാണ്, എന്നെയും ശുദ്ധീകരിക്കണം നബിയേ. അള്ളാഹുവിന്റെ റസൂല് അതേ കാര്യം തന്നെ പറഞ്ഞു, തിരിച്ചു പോവുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഈ പെണ്ണ് തിരിച്ചു ചോദിക്കുകയാണ്, മായിസിനെ തിരിച്ചേക്കാൻ ശ്രമിച്ചതുപോലെ എന്നെയും തിരിച്ചേക്കാനാണോ റസൂലെ അങ്ങ് ശ്രമിക്കുന്നത് എന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോ സ്വഹാബികൾ പറഞ്ഞു, റസൂലേ, മായിസിനോടൊപ്പം വ്യഭിചരിച്ച സ്ത്രീയാണ്, അവൾ ഗർഭിണിയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തിരിച്ചു പോവുക, പ്രസവിച്ച് തിരിച്ചു വരിക. ഏതാനും ദിവസം കഴിഞ്ഞു, ഈ സ്ത്രീ തന്റെ ചോരക്കുഞ്ഞുമായി റസൂലിന്റെ സന്നിധിയിലെത്തുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, തിരിച്ചുപോ, ഈ കുഞ്ഞിനെ മുലയൂട്ടണം, മുല കുടിക്കുന്ന പ്രായം കഴിഞ്ഞ് തിരിച്ചു വരണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതാ ഈ സ്ത്രീ വീണ്ടും ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. വരുമ്പോ എന്താ കാണാൻ കഴിയുന്നത്? ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് സ്ത്രീ വരുന്നത്. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പത്തിരി കഷ്ണവുമുണ്ട്. എന്തിനാ സഹോദരന്മാരെ ഈ പത്തിരി കഷ്ണം? അള്ളാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്തണം. എന്ത്? തന്റെ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞിരിക്കുന്നുവെന്ന്. എന്തിന്? തന്റെ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞിരിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്തിയാൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് തനിക്ക് പുതിയ ആപ്പിളയാക്കി തരുമെന്ന് വിചാരിച്ചിട്ടാണോ? ഏതെങ്കിലും ഒരു സമ്പന്നനെ പിടിച്ച് തനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ഈ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞാൽ വരാനുള്ളതെന്ത് എന്ന് ഈ സ്വഹാബി വനിതക്കറിയാം. പത്തിരി കഷണം കയ്യിൽ കൊടുത്ത് ഈ കുഞ്ഞിനെയുമായി അതാ ഈ സ്ത്രീ റസൂലിന്റെ അരികിലെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എറിഞ്ഞു കൊല്ലുക ഈ സ്ത്രീയെ. അതാ കഴുത്ത് വരെ മൂടി തലമാത്രം മണ്ണിന് മുകളിലാക്കി സ്വഹാബികൾ എറിഞ്ഞു കൊല്ലുകയാണ്. കൂട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ധീരശൂര പരാക്രമിയായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഒരു വലിയ കല്ലെടുത്ത് ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞെറിഞ്ഞപ്പോ ആ പെണ്ണിന്റെ തല പൊട്ടിയങ്ങ് തെറിച്ചു പോയി. പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല, ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് അല്പം തന്റെ വസ്ത്രത്തിലേക്ക് തെറിച്ചപ്പോ അള്ളാന്റെ റസൂല് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തമാണല്ലോ തന്റെ ശരീരത്തിലേക്ക് തെറിച്ചത് എന്ന വിചാരത്തോടുകൂടി ഈ പെണ്ണിനെ പറ്റി മോശമായ ഒരു വാക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വായയിൽ നിന്നങ്ങ് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഖാലിദ് മിണ്ടിപ്പോകരുത് ഖാലിദേ, മിണ്ടരുത് ഖാലിദേ. കാരണം ഈ മദീനയിലുള്ള മുഴുവൻ ആളുകളുടെയും തൗബ ഒരു ഭാഗത്തും ഈ സ്ത്രീയുടെ തൗബ ഒരു ഭാഗത്തും വെച്ചാൽ ആ തൗബയാണ് ഖനം തൂങ്ങുക എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂല്. അതാ തൗബ, അതാണ് പശ്ചാത്താപം, അതാണ് പൊറുക്കലിനെ തേടൽ. അതൊക്കെ മാറ്റിയിട്ട് ഇതാ ഇപ്പൊ നിങ്ങൾ വന്നോ, ഞങ്ങളുടെ സദസ്സിലേക്ക് വന്നോ, ഞങ്ങളുടെ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്നോ, ഞങ്ങൾക്ക് സ്ക്വയർ ഫൂട്ട് കണക്കിന് സ്ഥലം സംഭാവന ചെയ്തോ, എന്നാൽ നിങ്ങളുടെ തൗബയൊക്കെ അങ്ങ് സ്വീകരിച്ചു കൊള്ളും എന്ന് പറയുന്ന ചടങ്ങിലേക്ക്, കച്ചവടത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ,
അള്ളാഹുവിന്റെ ദീന് അതല്ല. അള്ളാഹുവിന്റെ ദീന് അതിനു വേണ്ടിയുള്ളതല്ല. മറിച്ച് എന്താണോ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആ ഹുദ ഇന്ന് വ്യക്തമാണ്, ആ ഹുദ ഇന്ന് കൃത്യമാണ്, ആ ഹുദ നമുക്ക് മനസ്സിലാക്കാം. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ ഹുദ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച സ്വഹാബികളുണ്ട്, അവരുടെ മാർഗം അംഗീകരിച്ച മുഅ്മിനുകളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച്, ആ റസൂലിന്റെ സുന്നത്തനുസരിച്ച് അത് കണ്ട് മനസ്സിലാക്കിയ സ്വഹാബികളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളുണ്ട്. അവർ നബിദിനം കഴിച്ചിട്ടില്ല, അവര് നേർച്ച കഴിച്ചിട്ടില്ല, അവര് ഉറൂസ് കഴിച്ചിട്ടില്ല, അവര് ആനയെ എഴുന്നള്ളിച്ചിട്ടില്ല, അവര് കൊടിയേറ്റം നടത്തിയിട്ടില്ല, അവര് ഖബറുകൾ തുണിയിട്ട് മൂടിയിട്ടില്ല, അവരവിടെ നിലവിളക്ക് കത്തിച്ചിട്ടില്ല, അവരവിടത്തേക്ക് എണ്ണ നേർച്ചയാക്കിയിട്ടില്ല, അവരവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കിയിട്ടില്ല. കൊല്ലത്തിലൊരു ദിവസം ബദരീങ്ങളുടെ ഖബറിന് ചുറ്റും ഒരുമിച്ചുകൂടി ആ ബദരീങ്ങളുടെ മഹത്വം പറയുന്ന ഏർപ്പാട് സഹാബികൾ നടപ്പിലാക്കിയിട്ടില്ല. സയ്യിദുൽ ശുഹദാ എന്നറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് ചുറ്റും കൊല്ലത്തിലേതെങ്കിലും ഒരു ദിവസം ഒരുമിച്ചുകൂടി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയുന്ന ഒരു ഏർപ്പാട് സ്വഹാബത്ത് നടപ്പിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് ആ സ്വഹാബികൾ നടത്തിയിട്ടില്ല. എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അത് നീങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇതാ 10 ദീനാർ സ്വർണ്ണ നാണയം നേർച്ചയാക്കുന്നു എന്ന് ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഞാനിതാ ഒരാടിനെ അറുക്കാൻ നേർച്ചയാക്കുന്നു എന്ന് ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരൊട്ടകത്തെ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ നേർച്ചയാക്കിയ ആട്, അങ്ങനെ നേർച്ചയാക്കിയ ഒട്ടകം, അങ്ങനെ നേർച്ചയാക്കിയ കുതിര, അങ്ങനെ നേർച്ചയാക്കിയ കഴുത ഇന്ന് ഉള്ളാളത്തേക്ക് നേർച്ചയാക്കും പോലെ, മറ്റേതെങ്കിലും ജാറങ്ങളിലേക്ക് നേർച്ചയാക്കും പോലെ മദീനയിലെ തെരുവുകളിലൂടെ അത്തരം ജാത്തരം മൃഗങ്ങൾ അലഞ്ഞു നടന്നതായി എവിടെയുമില്ല. ഇസ്ലാം വ്യാപിച്ചില്ലേ ലോകത്തിന്റെ പല ഭാഗത്ത്? സഹാബികൾ ചെന്ന് പ്രചരിപ്പിച്ചില്ലേ? കേരളത്തിലും വന്നില്ലേ? എന്നാൽ അള്ളാന്റെ റസൂലിന്റെ ഖബറിലേക്ക് ഇതാ നിങ്ങളൊരു പശുവിനെ നേർച്ചയാക്കണം, നിങ്ങളൊരു കോഴിയെ നേർച്ചയാക്കണം, നിങ്ങളൊരു ആടിനെ നേർച്ചയാക്കണം. അത് നിങ്ങൾ നേർച്ചയാക്കിയാൽ ഈ സമുദ്രങ്ങളൊക്കെ നീന്തിക്കടന്ന് അതല്ലെങ്കിൽ കരയിലൂടെ തന്നെ ആ ഒട്ടകമങ്ങ് മദീനത്ത് റൗളാ ശരീഫിൽ, ആ റൗളാ ശരീഫിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുനബിയുടെ ഖബറിനരികിൽ ആ മൃഗമെത്തുമെന്ന് ഒരു സ്വഹാബിയും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ആരും അത് ചെയ്തില്ല. അത് ചെയ്യണമെന്ന് ഇന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കച്ചവട താല്പര്യമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയുണ്ടാകുമെന്ന്, ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ നുണയാണ്, നുണയാണ്. അതാ പണ്ഡിതന്മാര് വിശദീകരിച്ചത്. ചിലരൊക്കെ അങ്ങനെ അങ്ങ് പറയും. അങ്ങനെ പറഞ്ഞാലോ, അങ്ങനെ പറയും. അങ്ങനെ ചില ആളുകൾ പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നടക്കും. എന്താ ആവശ്യങ്ങൾ നടക്കുന്നത്? അവര് വിചാരിച്ചത് നടക്കും. അങ്ങനെ വിചാരിച്ചത് നടക്കുമ്പോ ഈ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങള് നേർച്ചയാക്കിയത് കൊണ്ടാണ്, ഞങ്ങൾ നേർച്ചയാക്കിയത് കൊണ്ടാണ് ഇത് കിട്ടുന്നത്, ഞങ്ങൾ നേർച്ചയാക്കിയത് കൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അതാ പറയുകയാണ്, ഇന്നന്നദിറ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്നന്നദിറ ലാ യുഖർരിബു മിൻ ഇബ്നി ആദമ ശൈആ ലം യകുനില്ലാഹു ഖദ്ദറഹു ലഹു. അല്ലാഹു വിധിച്ചതല്ലാതെ നേർച്ച കൊണ്ട് ഒന്നും ഒരു മനുഷ്യനും കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മുജാഹിദല്ല പറയുന്നത്, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഇന്നത്തെ നേതാക്കന്മാരല്ല പറയുന്നത്, മറിച്ച് മുജാഹിദികളുടെ ഏക നേതാവായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറയുന്നത്, ഇന്നന്നദറ ലാ യുഖർരിബു മിൻ ഇബ്നി ആദമ ശൈആ ലം യകുനില്ലാഹു ഖദ്ദറഹു ലഹു. അല്ലാഹു കണക്കാക്കാത്ത ഒന്നും നേർച്ച കൊണ്ട് ഒരാൾക്കും കിട്ടില്ല. വലാകിന്നദർ യുവാഫിഖുൽ ഖദർ, എന്നാൽ അല്ലാഹു വിധിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ചിലപ്പോ നേർച്ചയുമായി ഒത്തുവരും. ഫയുഖറജു ബിദാലിക മിനൽ ബഖീലി മാ ലം യകുനിൽ ബഖീലു യുരീദു അൻ യുഖ്രിജ. ചെലവഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ബഖീലില്ലേ, ആ ബഖീലി ഇതങ്ങ് ഒത്തുവരുമ്പോ, ഓ അവിടത്തേക്ക് നേർച്ചയാക്കിയത് കൊണ്ടല്ലേ എനിക്ക് കുട്ടിയുണ്ടായതെന്ന് വിചാരിച്ച് തന്റെ സമ്പത്തങ്ങ് കൊടുക്കും. അത് തിന്നാൻ കുറെ പുരോഹിതന്മാരുണ്ടാകും, അത് കച്ചവടമാക്കാൻ കുറെ പുരോഹിതന്മാരുണ്ടാകും എന്നല്ലാതെ അത് നെതിറ് കൊണ്ട് കിട്ടുന്നതല്ല, നേർച്ച കൊണ്ട് കിട്ടുന്നതല്ല. നേർച്ചക്ക് അങ്ങനെയുള്ള ഒരു കഴിവില്ല. നേർച്ചയാക്കിയാൽ അങ്ങനെ കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് മനസ്സിലാക്കിക്കോ. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഈ പറഞ്ഞതിനൊന്നും മാതൃകയില്ലാതെ അതൊന്നും സ്വീകരിക്കാതെ ഏതെങ്കിലും മുസ്ലിയാര് പറയുന്നത് കേട്ട്, ഏതെങ്കിലും തങ്ങൾ പറയുന്നത് കേട്ട് ദീനിലില്ലാത്തത് ചെയ്താൽ നുവല്ലിഹി മാ തവല്ലാ, അവനെ നാം അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കും. അവൻ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വെക്കും. അവൻ ജാറങ്ങളുടെ പിന്നാലെയാണോ, പോട്ടെ എന്ന് വെക്കും. അവൻ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പിന്നാലെയാണോ, പോട്ടെ എന്ന് വെക്കും. അവന് നാം അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകരക്ഷിതാവായ റബ്ബിന്റെ താക്കീതാണ്, വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. എന്നാൽ എല്ലാ തങ്ങന്മാരുമായുള്ള ബന്ധം അവസാനിക്കുന്ന ദിവസമുണ്ട്, എല്ലാ നേർച്ചക്കാരുമായുള്ള ബന്ധം അവസാനിക്കുന്ന ദിവസമുണ്ട്, എല്ലാ മുസ്ലിംമാരുമായുള്ള ബന്ധം അവസാനിക്കുന്ന ദിവസമുണ്ട്. അന്നുണ്ടല്ലോ നുവല്ലുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലാണ് നാം എത്തിക്കുന്നത്. വസാഅത് മസീറാ, എത്തിച്ചേരുന്ന സ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ സ്ഥാനമാണത്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുറെ കാര്യങ്ങൾ 7 ദിവസങ്ങളിലായി കേട്ടു, നാം പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.